പ്രൈസ് ദി ലോർഡ്. കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ നാമത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടി ആയിരുന്നു കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കൃപ നൽകിയതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവുമായി നിങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ കർത്താവ് പ്രാപ്തനാക്കിയ ദൈവസ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസന്മാരെ ദൈവം അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ അവരെയും വന്ദനം ചെയ്യുകയാണ്. കഴിഞ്ഞ പകലിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. തുടർന്ന് ഈ രാത്രിയിലും ദൈവാത്മാവ് ഇടപെടുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേ ആയിരിക്കാം. നമുക്ക് ദൈവം നൽകുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആഴത്തിൽ വിചിന്തനം ചെയ്യുവാൻ, വീണ്ടും വീണ്ടും അയവിറക്കുവാൻ ഇടയായി തീരണം. നിങ്ങളിൽ പലരും നോട്ട്ബുക്ക് ഒക്കെ ആയിട്ടിരിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. നോട്ടുകൾ കുറിക്കുന്നത് വളരെ അനുഗ്രഹമാണ്. വീണ്ടും അത് ഓർക്കുവാനും ജീവിതത്തിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ മറന്നു പോകാതെ പ്രാവർത്തികമാക്കുവാനും ഒക്കെയുള്ള നല്ല അവസരങ്ങൾ ഉണ്ടാകുമല്ലോ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ രാത്രിയിൽ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ദൈവം എന്നെ ഭരമേൽപ്പിച്ച ദൈവവചനത്തിലേക്ക് ഞാൻ പ്രവേശിക്കുവാൻ താല്പര്യപ്പെടുന്നു. അതിനാധാരമായി അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം ശബ്ദമുയർത്തി ഇപ്പോൾ ഒരാൾക്ക് വായിക്കാം. റോമാലേഖനം 12-ാം അധ്യായം 2-ാമത്തെ വാക്യം. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നത് എന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. റോമാലേഖനം അസാധാരണമായ വെളിപ്പാടുകളുടെ ഒരു കലവറയാണ്. അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനങ്ങളിൽ ഈടുറ്റ ലേഖനമാണ് റോമാലേഖനം. എന്താണ് ക്രിസ്ത്യാനിറ്റി എന്നുള്ളതിന്റെ ആധാരശിലകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന റോമാലേഖനത്തിലാണ്. മനുഷ്യവർഗത്തെ വേട്ടയാടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്, ആ പ്രശ്നത്തിനുള്ള പരിഹാരം എങ്ങനെ വെളിപ്പെട്ടു എന്നുള്ളതെല്ലാം റോമാലേഖനം നമുക്ക് കൈമാറുന്ന സുപ്രധാനമായ വെളിപ്പാടുകളാണ്. ആ റോമാലേഖനത്തിന്റെ പ്രാരംഭ ഭാഗത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ മുഖവുരയില്ലാതെ ലോകത്തിന്റെ പാപത്തെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ പൗലോസ് എഴുതുകയാണ്. ഒരു മറയുമില്ലാതെ പരസ്യമായി എല്ലാ വിലക്കുകളും അതിലംഘിച്ച് നീങ്ങുന്ന ഒരു ജാതീയ സമൂഹം. സഭ്യതയ്ക്ക് നിരക്കുന്ന പദങ്ങളല്ല പലതും. അത്രമാത്രം മോശമായ ജീവിത സാഹചര്യങ്ങളിൽ കൂടി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറ, അവലക്ഷണങ്ങൾ മാത്രം കാണിക്കുന്ന ഒരു തലമുറ. അങ്ങനെയുള്ള ഒരു തലമുറയുടെ മേൽ ദൈവത്തിന്റെ ന്യായവിധിയുടെ കരം വരുവാൻ പോകുന്നു എന്നുള്ള മുന്നറിയിപ്പോടു കൂടിയാണ് റോമാലേഖനം ആരംഭിക്കുന്നത്. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യഹൂദ ലോകത്തിലേക്ക് തിരിയുകയാണ്. 1-ാം അധ്യായം ജാതീയ ലോകത്തിന്റെ പാപവും പാപത്തിന്റെ മേലുള്ള ദൈവത്തിന്റെ ന്യായവിധിയുമാണ് ആസ്പദമാക്കുന്നതെങ്കിൽ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ പ്രമാണം ലഭിച്ചവരും ദൈവത്തെ അറിയാമെന്ന് അവകാശപ്പെടുന്നവരും യഹോവയായ ദൈവം തങ്ങളുടെ കുത്തകാവകാശമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന യഹൂദ ജനത്തിന്റെ പാപത്തെക്കുറിച്ചുള്ള വെളിപ്പാടാണ്. പുസ്തകം കയ്യിലുണ്ടെങ്കിലും പരസ്യമായി പാപം ചെയ്യുവാൻ പലരും മടി കാണിക്കുന്നുണ്ടെങ്കിലും ഹൃദയത്തിനകത്ത് പാപത്തെ താലോലിച്ചുകൊണ്ട് നല്ല പിള്ളകളായി ജീവിച്ചു പോകുന്ന ഒരു കൂട്ടം ആൾക്കാരെ 2-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തുകയാണ്. അതിൽ കൂടി വ്യക്തമാകുന്നൊരു കാര്യം, ജാതീയ ലോകവും യഹൂദ സമൂഹവും ഒരുപോലെ പാപത്തിന്റെ കീഴിലാകുന്നു. അതുകൊണ്ട് 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും ദൈവകോടതിയിൽ കുറ്റക്കാരാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. തലകൾ കുനിച്ച് കൈകൾ കെട്ടി മുട്ടുവിറച്ച് ദൈവകോടതിയുടെ മുൻപിൽ സകല മനുഷ്യരും ശിക്ഷയ്ക്ക് പാത്രീഭൂതരായി നിൽക്കുകയാണ്. അവർക്ക് ദൈവത്തോട് മറുവാദങ്ങൾ ഉന്നയിക്കുവാൻ ത്രാണിയില്ല. അത്രമാത്രം പ്രതിസന്ധിയുടെ നടുവിൽ മനുഷ്യനായിരിക്കുന്നു. അത് പറഞ്ഞ് താഴേക്ക് വരുമ്പോൾ
അവിടെയാണ് ദൈവത്തിന്റെ ഗോസ്പൽ ആരംഭിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ റോമാലേഖനമാണ് സുവിശേഷം. മത്തായി, മർക്കോസ്, ലൂക്കോസ് ഇങ്ങനെയുള്ള 4 പുസ്തകങ്ങൾ അത് ക്രിസ്തുവിന്റെ ജീവിതവും പഠിപ്പിക്കലും ഒക്കെയാണ്. സുവിശേഷങ്ങളുടെ തലക്കെട്ട് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. റോമർക്ക് എഴുതിയ ലേഖനമാണ് യഥാർത്ഥത്തിൽ ഗോസ്പൽ. അവിടെ പറയുകയാണ്, ദൈവം കാരണം കൂടാതെ ക്ഷമിച്ചിരിക്കുന്നു. ദൈവം മനുഷ്യനെ ശിക്ഷിക്കേണ്ടതാണ്, പക്ഷെ ശിക്ഷിക്കേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നു. അതിന് പകരമായി ദൈവം തന്റെ പുത്രനെ ശിക്ഷിക്കുവാൻ തയ്യാറായി. സ്തോത്രം. തുടർന്ന് നാം പുസ്തകം പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്, യേശു ക്രിസ്തുവിൽ കൂടി സകല മനുഷ്യർക്കും സൗജന്യമായ രക്ഷ ദൈവം നൽകി. ശിക്ഷ ലഭിക്കേണ്ട വ്യക്തികൾക്ക് രക്ഷ ദൈവം നൽകി. നമുക്കത് കേട്ടാൽ അതിന്റെ ആഴമൊന്നും അത്ര പെട്ടെന്ന് പിടികിട്ടണമെന്നില്ല. മനുഷ്യൻ അകപ്പെട്ടു നിൽക്കുന്ന വീഴ്ച എത്ര ഭയങ്കരമായിരുന്നു. വീണ് കിടക്കുന്ന അവസ്ഥയിൽ നിന്നും മനുഷ്യന് സ്വമേധയാ രക്ഷപ്പെടുത്തുവാൻ കഴിയില്ല. മനുഷ്യനെ ആർക്കും രക്ഷിക്കുവാൻ കഴിയില്ല. ആ അവസ്ഥയിലേക്ക് ദൈവം തന്നെ ഇറങ്ങി വന്ന് മനുഷ്യനെ രക്ഷിക്കുക. രക്ഷിച്ചു എന്നുള്ളത് മാത്രമല്ല, അവനെ നീതിമാൻ എന്നുള്ള പ്രത്യേക പദവിയിലേക്ക് ദൈവം നടത്തുന്നു. റോമാലേഖനത്തിന്റെ ഒരു പ്രത്യേക ഭാഷയാണ് നീതിമാൻ, നീതീകരണം, നീതി എന്നുള്ള പദങ്ങൾ. അത് നമ്മുടെ ഭാഷയല്ല, അത് കോടതിയുടെ ഭാഷയാണ്. കുറ്റക്കാരനാണെന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി പ്രോസിക്യൂഷൻ വളരെ ശക്തമായി പരിശ്രമിച്ചിട്ടും നടക്കാതെ വന്നു കഴിയുമ്പോൾ, കോടതിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു കഴിയുമ്പോൾ കോടതി പ്രസ്താവിക്കുന്ന പദമാണ്, ഇവൻ നീതിമാനാണ്, ഇവനിൽ കുറ്റമില്ല. എല്ലാ പാപവും ചെയ്തു മനസ്സാ വാചാ കർമ്മണ പ്രതിക്കൂട്ടിൽ അകപ്പെട്ടു നിൽക്കുന്ന മനുഷ്യനെ നോക്കിക്കൊണ്ട് അവനെ ഞെട്ടിക്കുന്ന ഒരു പ്രസ്താവന വരികയാണ്, ഇവൻ നീതിമാൻ. എത്ര മനോഹരമായ സുവിശേഷമാണ്. തൂക്കിക്കൊല്ലുവാൻ വേണ്ടി വിധിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ വിധിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ മേൽക്കോടതിയിലേക്ക് അപ്പീൽ കൊടുത്തു. മേൽക്കോടതിയിൽ നിന്നും അവനെ ഞെട്ടിച്ചുകൊണ്ടുള്ള വിധി വരികയാണ്, വെറുതെ വിട്ടിരിക്കുന്നു. രക്ഷപ്പെടത്തില്ല എന്നൊരിക്കലും ഉറപ്പിച്ച മനുഷ്യനെ വെറുതെ വിട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ അവനിൽ ഉണ്ടാക്കുന്ന അമ്പരപ്പ് എത്ര ഭയങ്കരമാണ്. അതാണ് വാസ്തവത്തിൽ ഒരു പാപിയിൽ ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെട്ടവൻ സ്വതന്ത്രമാക്കപ്പെട്ടു എന്നുള്ളത് കേൾക്കുമ്പോൾ അകത്തുണ്ടാകേണ്ടത്. അതാണ് റോമാലേഖനം ചൂണ്ടിക്കാണിക്കുന്നത്. എങ്ങനെയാണ് നീതീകരണം വന്നത്? ക്രിസ്തുവിൽ വിശ്വസിച്ചത് കൊണ്ടാണ്. റോമാലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. എത്ര പേർക്ക് ദൈവത്തോട് സമാധാനമുണ്ട്? ദൈവത്തിന് നമ്മളോട് സമാധാനമുണ്ട്. കാൽവറിയുടെ ക്രൂശോടുകൂടി ദൈവം എല്ലാ വിവാദങ്ങളും അവസാനിപ്പിച്ചു. മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിന്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നു. ദൈവത്തിന് മനുഷ്യനോട് സമാധാനമുണ്ട്. അതല്ല ഇവിടെ പറയുന്നത്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ദൈവപുത്രൻ ക്രൂശിൽ തകർക്കപ്പെട്ടിട്ട് ഇപ്പോഴും സമാധാനം ഇല്ലാത്ത ആൾക്കാരുണ്ട്. ആമേൻ. കാൽവറിയുടെ ക്രൂശിൽ മനുഷ്യന്റെ പാപത്തിനുള്ള അവസാന വില വരെയും കൊടുത്തു കഴിഞ്ഞു. ഇനിയൊന്നും കൊടുക്കാനില്ല. എന്നിട്ടും ഇവിടെ പല ആൾക്കാർക്കും ദൈവത്തോടുള്ള പ്രയാസം മാറിയിട്ടില്ല. ഇപ്പോഴും അവർക്ക് അസ്വസ്ഥതയും അസമാധാനവും. ആമേൻ. ദൈവം അവനെ നീതീകരിച്ചു. അടുത്ത പദം പറയുന്നു, ദൈവം അവനെ വിശുദ്ധീകരിച്ചു. എവിടെ കിടന്നവനാണ്? ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാതെ കിടക്കുന്ന മനുഷ്യനെ നോക്കിക്കൊണ്ട് തിരുവെഴുത്ത് പറയുകയാണ്, ദൈവം നീതീകരിച്ചെന്ന്. ദൈവം നീതീകരിച്ചവനെ ഇനി ആര് കുറ്റം വിധിക്കും? പറഞ്ഞേ, ദൈവം നീതീകരിച്ചവനെ ആര് കുറ്റം വിധിക്കും? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? ദൈവം നീതീകരിച്ചു. ദൈവം നീതീകരിച്ചവനെ ഇനി പിശാചിന് കുറ്റക്കാരനാണെന്ന് പറയുവാൻ കഴിയില്ല. പിന്നെ ആരാണ് ദൈവം നീതീകരിച്ചവനെ കുറ്റപ്പെടുത്തുമെന്നറിയാമോ? അവരവർ തന്നെയാണ്, നമ്മൾ തന്നെ. ഇതാ ഈ വെളിപ്പാടിന്റെ അഭാവത്താൽ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ദൈവപുത്രനിൽ കൂടി എനിക്ക് ലഭിച്ചത് എന്താണെന്ന് ഇപ്പോഴും പല വ്യക്തിക്കും മനസ്സിലായിട്ടില്ല. ഇപ്പോഴും അവരെ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുകയാണ്. അവരെ തന്നെ കുറ്റം വിധിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവെഴുത്തി ചോദിക്കുകയാണ്, ദൈവം സ്വതന്ത്രനാക്കി വിട്ട നിന്നെ ഇനിയും കുറ്റക്കാരനെന്ന് പറയുവാൻ ഇതിനു മുകളിൽ ഒരു കോടതിയില്ല. പരമോന്നത നീതിപീഠത്തിൽ നിന്നും നീ സ്വതന്ത്രനാക്കപ്പെട്ടിരിക്കുന്നു, നീ നീതിമാനായിരിക്കുന്നു, നീ വിശുദ്ധനായിരിക്കുന്നു എന്നുള്ള വിധിയാണ് വന്നിരിക്കുന്നത്. ഇതിനെ തുറന്ന ഹൃദയത്തോടു കൂടി അക്സെപ്റ്റ് ചെയ്യണം. എന്നിട്ട് അപ്പനോട് പറയണം, അപ്പാ നിന്റെ നീതിമാനാണ് ഈ നിൽക്കുന്നത്. എത്ര പേർക്ക് ഉറപ്പുണ്ട് നീതിമാന്മാരാണെന്ന്?
ഇപ്പോഴും പാപം എന്നുള്ള പ്രശ്നം പലരുടെയും ഹൃദയത്തിനകത്ത് കിടക്കുക. പക്ഷെ കർത്താവ് പറയുകയാണ്, നീ യേശുവിലേക്ക് നോക്കി ആ നിമിഷം തന്നെ ദൈവത്തിന്റെ കോടതിയിലും നിനക്ക് അനുകൂലമായ വിധി പുറപ്പെട്ടു കഴിഞ്ഞു. ദൈവം നിങ്ങളെ നീതീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇനിയും നിങ്ങളെ കുറ്റക്കാരാക്കി ചിത്രീകരിക്കരുതോ. അപ്പോൾ നീതീകരണം സംഭവിച്ചു, വിശുദ്ധീകരണം സംഭവിച്ചു. അടുത്തത് വീണ്ടും റിവാർഡ് വരികയാണ്, തേജസ്കരണത്തിലേക്ക് നടക്കുകയാണ്. ദൈവപുത്രന്റെ തനി പകർപ്പാക്കി മാറ്റുവാനുള്ള ദൈവിക പ്രക്രിയയുടെ ഭാഗമായിരിക്കുകയാണ്. അങ്ങനെയുള്ള സുപ്രധാനമായ വെളിപ്പാടുകൾ ഓരോന്നോരോന്നായി പങ്കുവച്ച് അതതിന്റെ കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്. അങ്ങനെ എത്തുന്ന വഴിക്കാണ് നമ്മളിപ്പോൾ വായിച്ച കുറിവാക്യം പ്രത്യക്ഷപ്പെടുന്നത്. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. അതൊരു നിസ്സാരവാക്യമല്ല. ഒരു വലിയ കൂട്ടം ആശയങ്ങൾ പിൻപിൽ കിടക്കുകയാണ്. ദൈവം ചെയ്തു എന്നുള്ള കാര്യങ്ങൾ നിരന്തരമായി കിടക്കുകയാണ്. ഇനി നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല, ദൈവമെല്ലാം ചെയ്തു കഴിഞ്ഞു. പക്ഷെ ദൈവം ചെയ്ത ഈ വൻ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആകണമെങ്കിൽ അതിനിച്ചിരി ബുദ്ധിമുട്ടേണ്ടി വരും. സ്തോത്രം. എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ ദൈവപ്രവൃത്തി, ഞാൻ നീതിമാനാണെന്ന്, ഞാൻ വിശുദ്ധനാണെന്ന്, ഞാൻ ദൈവത്തിന്റെ തനി പകർപ്പായി മാറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളതൊക്കെ ഒന്ന് വെളിപ്പെട്ടു വരണമെങ്കിൽ ഇതിനെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ മടിക്കുന്ന ഒരാൾ ഇതിനകത്ത് കിടപ്പുണ്ട്. നമുക്കറിയാം, ആത്മാവുണ്ട്, ദേഹിയുണ്ട്, ദേഹമുണ്ട്. ആത്മാവിൽ രക്ഷ വന്നു, ദേഹം അതിനനുസരിച്ച് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതിനിടയിൽ നിന്നുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളാണ് നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത്. ആമേൻ. ഈ മനസ്സിന് കൃത്യമായ രൂപാന്തരം സംഭവിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ വായിക്കുന്ന വാക്യങ്ങളൊന്നും ഈ ഭൂമിയിൽ നിങ്ങൾക്ക് പ്രയോജനപ്രദമാകത്തില്ല. സ്തോത്രം. നമ്മുടെ മനസ്സിനെ രൂപാന്തരത്തിന് വിധേയമാക്കുവാൻ തയ്യാറായാൽ 100 മേനിയുടെ കൊയ്ത്തായിരിക്കും ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുന്നത്. ഇങ്ങനെ പറഞ്ഞു പോയാൽ പിടികിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ലളിതമായ ആ വിഷയങ്ങൾക്കകത്തേക്കൊന്ന് ഇറങ്ങുവാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. എന്തിനാണ് മനസ്സ് പുതുക്കേണ്ടത്? എവിടെയാണ് പ്രശ്നം സംഭവിച്ചത്? ഞാൻ പകൽ സമയത്ത് പറഞ്ഞ മെസ്സേജിനോട് ചേർന്നായി മെസ്സേജ് പോകുന്നു. ആ ആശയം തന്നെയാണ് വീണ്ടും പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ട് മനുഷ്യൻ മനസ്സ് പുതുക്കണം? എവിടെയാണ് മനുഷ്യന്റെ മനസ്സിന് പ്രശ്നം സംഭവിച്ചത്? എന്തിൽ ജീവിച്ചാണ് മനുഷ്യൻ പഴകിപ്പോയത്? എന്തിനു വേണ്ടിയാണ് ഒരു പുതുക്കത്തിന്റെ സന്ദേശം പറയേണ്ടത്? അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിനകത്തേക്ക് നമ്മൾ പോയേ പറ്റുള്ളൂ. ഉൽപ്പത്തിയുടെ പുസ്തകം തുറക്കുമ്പോൾ തന്നെ ഒരു വൻ വീഴ്ചയുടെ കഥ പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. പക്ഷെ ആ വീഴ്ച സംഭവിക്കുന്നതിന് തൊട്ടു മുൻപ് മനോഹരമായ ഒരു ദൈവിക കൂട്ടായ്മയും അത്യാഡംബരപൂർണമായ ഒരു ദൈവിക പദ്ധതി ഒരുക്കപ്പെട്ടതും മനുഷ്യന് വേണ്ടിയാണ്. മനോഹരമായ ഒരു പറുദീസയിലാണ് പുസ്തകം ആരംഭിക്കുന്നത്. അതിമനോഹരമായ ഒരു പറുദീസയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് പുസ്തകം അവസാനിക്കുന്നത്. പക്ഷേ മനുഷ്യന്റെ മനസ്സിന്റെ പ്രശ്നം രൂക്ഷമായി പോയതുകൊണ്ട് തുടർന്നുള്ള ഇടയിൽ സംഭവിക്കുന്നത് മുഴുവനും കനത്ത വീഴ്ചകളാണ്. പറുദീസയിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവൻ പറുദീസയ്ക്ക് പുറത്തു പോയി തിരികെ അവൻ പറുദീസയിൽ എത്തുന്ന സമയം വരെ ഇതിനകത്ത് കിടന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് ഈ പുസ്തകം നിറഞ്ഞു കിടക്കുക. അതന്നെയാണ് നമ്മുടെ പ്രശ്നം. സ്തോത്രം. നമുക്കറിയാം, ദൈവം മനുഷ്യനെ ഉണ്ടാക്കുന്നത് നിലത്തിലെ പൊടിയിൽ നിന്നും ദൈവം മനുഷ്യനെ ഉണ്ടാക്കി. അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവനെ ജീവനുള്ള ദേഹിയാക്കി ദൈവം നിർത്തി. ദൈവം സൃഷ്ടിച്ച തന്റെ മനുഷ്യനോട് ദൈവം പറഞ്ഞു, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ എല്ലായിടവും നിറയണം. അടുത്തതോ, ഈ തോട്ടം നിങ്ങൾ സൂക്ഷിക്കണം. തീർന്നില്ല, അടുത്ത കൽപ്പന, ഈ തോട്ടത്തിൽ നിങ്ങൾ വേല ചെയ്യണം. അതൊക്കെ വായിച്ചിട്ടുണ്ടല്ലോ അല്ലെ? സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ എല്ലായിടവും നിറയുക എന്നുള്ള വാക്യത്തെ ഒന്ന് ധ്യാനിക്കണം. അതിന്റെ വരികൾക്കിടയിൽ കൂടി വായിച്ചാൽ കുറച്ച് അപകടങ്ങൾ അവിടെ കിടക്കുന്നതായിട്ട് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. കാരണം ഏദൻ തോട്ടം എന്നറിയപ്പെടുന്നത് ഭൂമി മുഴുവനല്ല, ഭൂമിയിൽ ഒരിടമാണ്. ഒരു ചെറിയ പ്ലേസ്, ഒരു ചെറിയ സ്ഥലം എടുത്തിട്ട് അവിടെയാണ്
ദൈവം മനോഹരമായ ദൈവിക പദ്ധതികൾ ഒരുക്കിയിട്ടിരിക്കുന്നത്. അതിനകത്താണ് മനുഷ്യനെ ആക്കിയിരിക്കുന്നത്. അപ്പൊ ദൈവം ഉണ്ടാക്കിയതാണെങ്കിൽ അതിന്റെ മാറ്റൊട്ടും കുറയില്ല. ഏറ്റവും മനോഹരമാണ് ഏദൻ തോട്ടം. നല്ലൊരു വേലിയും കെട്ടി 4 മരവും വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന ഒരു കൊച്ചു പൂന്തോട്ടമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഏദൻ തോട്ടം എന്നൊക്കെ പറയുമ്പോൾ 4000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യന്റെ അറിവിന്റെ പരിമിതിക്ക് അനുസരിച്ച് എഴുതിയ പുസ്തകമാണിത്. കമ്പ്യൂട്ടർ യുഗത്തിൽ ജീവിക്കുന്ന നമ്മൾ ഇവിടെ ഒന്നുകൊണ്ട് തോട്ടത്തിനകത്തോട്ട് നോക്കരുത്. ഇന്നത്തെ കാഴ്ചപ്പാടിൽ പറയുകയാണെങ്കിൽ വൻ പ്രോജക്റ്റ് ആണ് ദൈവം ഒരുക്കിയിരിക്കുന്നത് ദൈവത്തിന്റെ മനുഷ്യന് വേണ്ടി. വീണുപോയ മനുഷ്യൻ എത്രയധികം വൻ പ്രോജക്റ്റുകളാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീഴ്ചയ്ക്ക് മുമ്പ് ദൈവം മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയ തോട്ടം എന്ന് പറഞ്ഞാൽ വെറും പൂന്തോട്ടമായിരിക്കില്ല, മനോഹരമായ ദൈവിക പദ്ധതിയാണ്. ഇതിനകത്ത് മനുഷ്യനെ ദൈവമാക്കി വെച്ചു. എന്നിട്ട് മനുഷ്യനോട് പറയുകയാണ്, നിങ്ങൾ ആകാശത്തിലും ഭൂമിയിലും ഭൂമിക്ക് താഴെ വെള്ളത്തിലും സകലത്തിന്റെ മേലും വാഴണം. അപ്പൊ മനുഷ്യനെ ആക്കി വെച്ചപ്പോൾ തന്നെ ദൈവം അധികാരത്തിന്റെ കൈമാറ്റം നടത്തി. സ്തോത്രം. ഇതൊക്കെ അകത്തൊന്ന് കയറണം കേട്ടോ, അകത്തൊന്ന് കയറണം. ഇനിയിപ്പോൾ ദൈവമല്ല അധികാരം നടത്തുന്നത്, പിന്നെ ആരാണ്? മനുഷ്യനാണ്. ഏദൻ തോട്ടം മുതൽ ദൈവം ആഗ്രഹിച്ചത് മനുഷ്യൻ അധികാരിയായിരിക്കുക എന്നുള്ളതാണ്. സകലത്തെയും വാഴുക. ദൈവം ഈ ഭൂമിയിൽ നിർമ്മിച്ച സകലത്തിന്റെ മേലും അധിപതിയായിരിക്കുവാൻ വേണ്ടിയുള്ള അധികാരം മനുഷ്യന്റെ മേൽ ദൈവം പകർന്നു കൊടുത്തു. എന്നിട്ട് അവരോട് പറയുന്നത്, നിങ്ങൾ പെരുകണം, ഭരണകർത്താക്കന്മാരായി നിങ്ങൾ വളരണം എന്ന് ദൈവം അവരോട് പറഞ്ഞു. അപ്പൊ ഈ ഏദൻ തോട്ടം എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഈ ഒരു ഹാളിന് അത്രയുമുള്ള ഒരു ചെറിയ സ്ഥലമായിട്ടൊന്ന് സങ്കല്പിക്കാം. ഇതിനകത്താണ് 2 വ്യക്തികളെ ആക്കിയിരിക്കുന്നത്. ഇവരോട് പറയുകയാണ്, നിങ്ങൾക്ക് സന്താന പുഷ്ടി ഉണ്ടാകണം, നിങ്ങൾ പെരുകണം. ഇതിനകത്ത് ഇപ്പോൾ മനോഹരമായ രീതിയിൽ എല്ലാവരും ഇരിക്കുകയാണ്. ഇത്രയും പേർക്കുള്ള സൗകര്യം അല്ല ഇതിനകത്തുള്ളത്. പ്രത്യേക സാഹചര്യത്താൽ ഇത്രയും പേര് ഇതിനകത്ത് ഇരിക്കുകയാണ്. പക്ഷെ കുറെ ആൾക്കാരും കൂടി ഇതിനകത്തേക്ക് വരുമ്പോൾ ഇപ്പൊ ഈസി ആയിട്ടായിരിക്കുന്നത് അല്ലേ? കൈ അങ്ങോട്ടും ഇങ്ങോട്ടും വീശിയാലും അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് കൊള്ളൂല. വളരെ ഈസി ആയിട്ടായിരിക്കുന്നത്. ഇപ്പം നല്ല സുഖ സൗകര്യങ്ങളുണ്ട്. പക്ഷേ ഇത്രയും ആൾക്കാരും കൂടി വീണ്ടും ഇതിനകത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഖം കുറയും. ഈ സുഖ സൗകര്യം പങ്കുവെക്കേണ്ടി വരും അല്ലെ? ആ സമയത്ത് അങ്ങനെ കൈയൊന്നും വീശാൻ പറ്റില്ല. വീശിയാൻ അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് കൊള്ളും. വീണ്ടും അത്രയും ആൾക്കാരും കൂടെ കയറ്റിയാൽ നിങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടാവും. നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കും ഇതിനകത്തുനിന്ന് കുറച്ച് ആൾക്കാർ പുറത്ത് പോകണമെന്ന്. വീണ്ടും ഒരു 50 പേരെ കൂടി ഇതിനകത്ത് കയറ്റുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസകരമാണ്. ഹലോ, ഏദൻ തോട്ടം ഒരു ചെറിയ സ്ഥലമാണ്. ഈ ചെറിയ സ്ഥലത്ത് 2 വ്യക്തികളായിരിക്കുന്നു. ഇവർക്ക് തലമുറ ഉണ്ടാകുന്നു. തലമുറകൾ വർദ്ധിച്ചു വന്നു കഴിയുമ്പോൾ ഈ തോട്ടത്തിനകത്ത് പോപ്പുലേഷൻ വർദ്ധിച്ചു കഴിയുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പ്രയാസം വരും. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? അംഗസംഖ്യ പെരുകി കഴിയുമ്പോൾ തോട്ടത്തിൽ ആദ്യം ഉണ്ടായിരുന്ന ആ സുഖ സൗകര്യങ്ങൾ യഥേഷ്ടം അനുഭവിച്ചത് പങ്കുവെക്കപ്പെടേണ്ടി വരും. ഇപ്പൊ അത്ര ഈസി ആയിട്ടല്ല കാര്യങ്ങൾ പോകുന്നത്. വീണ്ടും ജനപ്പെരുപ്പം ഉണ്ടായി കഴിയുമ്പോൾ പിന്നത്തെ പ്രശ്നം എന്താണെന്നറിയോ? ഇതിനകത്തുനിന്ന് ആര് പുറത്തു പോകുന്നുള്ളതാണ്. ഇതിന്റെ പുറത്തെന്താണ്? ഈ പറയപ്പെടുന്ന സുഖവും സൗകര്യവും ഒന്നും ഇതിന്റെ പുറത്ത് ഇല്ല. ഇതിനകത്തുനിന്ന് കുറച്ചു പേർ പുറത്തു പോയില്ലെങ്കിൽ ഇതിനകത്തുള്ള ആൾക്കാരുടെ അവസ്ഥ വളരെ പ്രയാസകരമായി മാറും. ആമേൻ. വീണ്ടും പെരുകുകയാണ് ആൾക്കാർ. അപ്പോൾ പുറത്താക്കാനുള്ള ശ്രമങ്ങൾ നടന്നേ പറ്റുള്ളൂ. കാരണം സ്പേസ് ഇല്ല. അപ്പൊ ഇനിയിപ്പം പാമ്പ് വരാതെ തന്നെ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഏകദേശം ഉണ്ട് അല്ലേ? ദൈവം പറഞ്ഞത് പെരുകണം, സന്താന പുഷ്ടിയുള്ളവരാകണം. അങ്ങനെ എണ്ണത്തിൽ പെരുകി വരുമ്പോൾ തോട്ടത്തിനകത്ത് ജനത്തെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നതിലപ്പുറമാകും കാര്യങ്ങൾ. അവിടെ നിന്നും കുറച്ചു പേർ പുറത്തു പോയേ പറ്റൂ. പോകാൻ ആരും തയ്യാറാകൂല. അപ്പോൾ തള്ളി പുറത്താക്കിയേ പറ്റൂ. കലാപം ഉണ്ടാവും. ഞാൻ രാസൂത്രണമാണോ ദൈവം ചെയ്തു വെച്ചത്? കലക്കത്തിന്റെ ദൈവമല്ല. ദൈവം ആവിഷ്കരിച്ച പദ്ധതി ഏറ്റവും മനോഹരമാണ്. സ്തോത്രം. ആ ദൈവം ഈ തോട്ടത്തിനകത്ത് നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകണമെന്ന് പറഞ്ഞതിന്റെ കൂടെ പറഞ്ഞ അടുത്ത പദം, ഈ തോട്ടത്തിൽ നിങ്ങൾ വേല ചെയ്യണം. വേല ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. പക്ഷെ അതിന്റെ യഥാർത്ഥ അർത്ഥം ഈ തോട്ടത്തെ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യണമെന്ന്.
ഇതിനെ നിങ്ങൾ വലിച്ചു നീട്ടണം, ഇതിനെ നിങ്ങൾ വലുതാക്കണം. ഹലോ, എല്ലാം മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? നിങ്ങൾ പെരുകുന്നതിനനുസരിച്ച്, നിങ്ങൾ വളരുന്നതിനനുസരിച്ച് തോട്ടവും വളർന്നുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. ഈ ഭൂമി മുഴുവനും പറുദീസയാക്കുവാൻ വേണ്ടിയുള്ള അധികാരം ഏൽപ്പിച്ച് മനുഷ്യനെ ദൈവം അവിടെ ആക്കി വെച്ചിരിക്കുകയാണ്. ദൈവമാണിത് ആവിഷ്കരിച്ചത്, ദൈവമാണിത് ജനത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നത്. ദൈവം ഉണ്ടാക്കിയ ആ മനോഹാരിതയുടെ തനിമ ഒട്ടും നഷ്ടപ്പെടാതെ വണ്ണം ഇത് ഭൂമി മുഴുവനും ആവിഷ്കരിക്കുക എന്നുള്ള ഒരു ഘനമേറിയ ഉത്തരവാദിത്തമാണ് മനുഷ്യനെ ദൈവം ഭരമേൽപ്പിച്ചത്. ദുർബലനായ മനുഷ്യനല്ല, കരുത്തുള്ള മനുഷ്യൻ. ദൈവത്തിന്റെ അധികാരം അവന്റെ മേൽ പകർന്നു. ഈ ഭൂമി മുഴുവനും ഈ തോട്ടം ആവിഷ്കരിക്കേണ്ടതിന് ആകാശത്തിലും ഭൂമിയിലും സമുദ്രത്തിലുമുള്ള എല്ലാ അധികാരങ്ങളും യഥേഷ്ടം ഉപയോഗിക്കുവാനുള്ള എല്ലാ സാധ്യതകളും ഒരുക്കി ദൈവം മനുഷ്യനെ അവിടെ ആക്കി. എന്തൊരു ഭാഗ്യ! മുമ്പേ സഹോദരന്മാര് പാടിയപ്പോൾ ഓർത്തതുപോലെ ആ പാട്ടിന്റെ വരികൾ അവിടെ ഇരുന്നുണ്ട് അവർ പാടണം. ഈ ഭാഗ്യനാൾ, ഭാഗ്യനാൾ, ഇത്രയും മനോഹരമായി ദൈവം കാര്യങ്ങൾ ചെയ്ത് ഞങ്ങളെ ഇവിടെ ആക്കിയ ദിവസം എത്ര മനോഹരം! അത്യാഡംബരപൂർണമായ ദൈവിക പദ്ധതിയെ എക്സ്പാൻഡ് ചെയ്യുവാനും തലമുറകൾക്ക് ജന്മം കൊടുക്കുവാനും ദൈവത്തിന്റെ രാജ്യമാക്കി ഈ ഭൂമിയെ നിലനിർത്തുവാനുമുള്ള അതിഗംഭീരമായ ഒരു ആശയവും അധികാരവും പ്രാപിച്ച മനുഷ്യൻ. പിശാചിന് മനസ്സിലായി ഇത് വളരെ അപകടകരമായ പോക്കാണ്, വളരെ അപകടകരമായ പോക്കാണ്. ഇതിനകത്ത് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അതുകൊണ്ടാണ് മൂന്നാമതൊരാൾ അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. ഏദൻ തോട്ടത്തിൽ സാത്താൻ വരുന്നു. എന്നിട്ട് എന്താ പറയുന്നത്? ഒരു വൃക്ഷഫലം കാണിച്ചിട്ട് ഇത് തിന്നാൻ പറയുന്നു. നമുക്കത് അറിയാം, വിശദീകരണങ്ങളുടെ ആവശ്യമില്ല. അവള് പറയുക തൊടുക പോലും പാടില്ലെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവൻ പറഞ്ഞു, വെറുതെ ഇത് തിന്നാൽ എന്തു പറ്റും? അവള് പറയുന്നത് തിന്നാൽ ചത്തുപോകുമെന്ന ദൈവം പറഞ്ഞിരിക്കുന്നേ. അവൻ പറഞ്ഞു നെവർ, ചാവില്ല എന്ന് മാത്രമല്ല, ഇത് തിന്നാൽ നീ ദൈവത്തെ പോലെയാകും. വാ, ദൈവത്തെ പോലെയാകും എന്ന് കേട്ടപ്പോൾ അവിടെ മനസ്സൊന്ന് ഇളകി. അവിടെയാണ് ഈ പ്രോബ്ലം മുഴുവൻ ആരംഭിച്ചത്. ഞാൻ രാവിലെ പറഞ്ഞ പദം വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏദൻ തോട്ടം മുതൽ ആരംഭിച്ച പ്രധാനപ്പെട്ട പ്രശ്നം ഐഡന്റിറ്റി ക്രൈസിസ്. വ്യക്തിത്വത്തെ കുറിച്ചുള്ള വ്യക്തതയില്ലായ്മ. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ ആരാണെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താ പിശാച് പറഞ്ഞേ? ഇത് തിന്നാൽ ദൈവത്തെ പോലെയാകും. അപ്പൊ ദൈവം ആരാണെന്ന് തനിക്കറിയാം. ദൈവത്തെ പോലെ ആകുവാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് മുൻപിൽ ഇപ്പോൾ വന്നു കിടക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇത് തിന്നരുത് എന്ന് ദൈവം പറഞ്ഞത്. ഇത് തിന്നാൽ ചത്തുപോകും എന്നുള്ള വാണിങ്ങോടെ ദൈവം തന്നതിന്റെ കാരണം നമ്മൾ ദൈവത്തെ പോലെ ആകുവാൻ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. ദൈവം ഒരു മാടമ്പി സംസ്കാരമുള്ളവനാണ്. നമ്മൾ അടിമകളായിട്ട് ഇങ്ങനെ ഇവിടെ കിടന്ന് പണിയെടുത്ത് കഷ്ടപ്പെട്ട് അല്ലേ, പുഴുവും കൃമിയും പൊടിയും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുക എന്നുള്ളതാണ് ദൈവിക പദ്ധതി. പക്ഷെ ഇപ്പോഴാണ് സത്യം വെളിപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ദൈവം ആരാണ് എന്ന് ഹവ്വയ്ക്കറിയാം. ദൈവമായുള്ള കൂട്ടായ്മ പങ്കിട്ടിട്ടുണ്ട്. ദൈവത്തിന്റെ മനോഹാരിത, ദൈവത്തിന്റെ തേജസ്, ദൈവിക അധികാരങ്ങൾ, ദൈവമഹത്വം എല്ലാം കൃത്യമായി അവൾക്കറിയാം. ഈ പഴം തിന്നാൽ നീ അതുപോലെ ആകും എന്ന് കേട്ടപ്പോൾ പിന്നെ സംശയിച്ചില്ല. പിന്നെ അവിടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നും വന്നില്ല. അവൾ അത് പറിച്ചു തിന്നു, തന്റെ ഭർത്താവിന് കൊടുത്തു. ഇപ്പോഴെന്തോ പറ്റി? ആയോ? വല്ലോ ആയോ? ദൈവത്തെ പോലെ ആയോ? നിങ്ങൾ മിണ്ടുന്നില്ല. ഇപ്പൊ എന്തു പറ്റി? പഴം തിന്നു കഴിഞ്ഞപ്പോൾ ഉള്ളതെല്ലാം പോയി, ഉണ്ടായിരുന്നതെല്ലാം കാൽച്ചുവട്ടിലെ മണ്ണ് ഉൾപ്പെടെ ഒലിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ തിരിക്കുക. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇത് തിന്നാൽ ദൈവത്തെ പോലെ ആകുമെന്നല്ലേ പറഞ്ഞേ? ഇത് തിന്നാൻ കാര്യം എന്നാ? ദൈവത്തെ പോലെ ആകാൻ. അപ്പോ ഇപ്പം ഞാൻ ഏതുപോലല്ല, ദൈവത്തെ പോലല്ല. അതുകൊണ്ട് ഇത് തിന്നാൽ ദൈവത്തെ പോലാവും. ഇനി പുസ്തകത്തിലേക്ക് വരാം. ദൈവം പറഞ്ഞു, നാം നമ്മുടെ സാദൃശ്യത്തിലും നമ്മുടെ സ്വരൂപത്തിലും
മനുഷ്യനെ ഉണ്ടാക്കുക. ഹലോ, ആരെ പോലെയാ അവര്? ദൈവത്തെ പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ വന്നിട്ട് പിശാചൊരു കള്ളം പറഞ്ഞു, ഇത് തിന്നാൽ നീ ദൈവത്തെ പോലെയാകുമെന്ന്. അത് പറയാനുള്ള ധൈര്യം എവിടുന്ന് കിട്ടി? അത് പറയാനുള്ള ധൈര്യം കിട്ടിയത് ഇവൻ ആരാണെന്ന് ഇവനറിയില്ല എന്ന കാര്യം പിശാചിന് അറിയാമായിരുന്നു. ആമേൻ. ഇത്രയും വലിയ വലിപ്പമുള്ള ഒരു ആനയുടെ പിൻപിൽ ചെറിയുള്ളൊരു പാപ്പാൻ ധൈര്യത്തോടെ ഒരു കുഞ്ഞു വടിയും കൊണ്ട് നടന്നു പോകുന്നതിന്റെ കാര്യം ഇതാണ്. ഇവൻ ഈ എടുത്താ പൊങ്ങാത്ത സാധനമെല്ലാം പൊക്കാൻ തക്കവണ്ണം അതിനേക്കാൾ വലിയ കരുത്തും ആരോഗ്യവും ഒക്കെ ഉണ്ടെങ്കിലും ഇവൻ അറിയത്തില്ല ഇവൻ ആരാണെന്ന്. ആ തിരിച്ചറിവ് പാപ്പാൻ ഉള്ളത് കൊണ്ടാണ് ഒരു കൊച്ചു വടിയും കൊണ്ട് നടന്ന് ഒരായുസ് മുഴുവനും ഇതിനെ കൊണ്ട് ഭഗീരഥ പ്രയത്നം നടത്തുന്നത്. ആമേൻ. ഇതാണ് ഐഡന്റിറ്റി ക്രൈസിസ്. ഞാൻ ആരാണെന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തത എനിക്ക് എപ്പോഴാണോ നഷ്ടപ്പെടുന്നത്, ആ സമയത്താണ് പൈശാചിക സാന്നിധ്യത്തിന്റെ കടന്നുവരവ് ഉണ്ടാക്കുന്നത്. നിന്റെ കുടുംബത്തിനകത്ത് സ്വസ്ഥതയില്ല, നിന്റെ ജീവിതം തകർക്കപ്പെട്ടിരിക്കുന്നു, നീ പ്രാർത്ഥിച്ചിട്ട് മറുപടി ലഭിക്കുന്നില്ല, നിന്റെ പ്രശ്നങ്ങളെ എണ്ണി എണ്ണി പറയാൻ തുടങ്ങിയാൽ 24 മണിക്കൂർ കഴിഞ്ഞാലും പ്രശ്നം തീരത്തില്ല. കേട്ട് 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 കേൾക്കുന്നവൻ ഉറങ്ങിപ്പോകും. അത്രമാത്രം പ്രശ്നങ്ങളാ. എവിടെയാണ് ഈ പ്രോബ്ലം? എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ആരംഭിച്ചത്? ഇപ്പോഴും നീ ആരാണെന്ന് നിനക്ക് മനസ്സിലായിട്ട്. നിന്റെ വ്യക്തിത്വത്തിന്റെ ആകെ തുക എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ദുർബലനാണ്, ഞാൻ കഴിവുകെട്ടവനാണ്. ഇതാണ് നമ്മുടെ അകത്തുനിന്ന് വരുന്ന ഔട്ട്പുട്ട്. എന്നാൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, തിരുവെഴുത്തിനകത്ത് കൂടി നീ നിന്നെ കാണണം. ഇതൊരു ദർപ്പണമാണ്, ഇതൊരു മുഖക്കണ്ണാടി പോലെയാണ്. ദൈവത്തിന്റെ വചനത്തിന്റെ മുൻപിൽ വന്നിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കലർപ്പില്ലാത്ത തിരുവെഴുത്തിൽ കൂടി നിന്നോട് നീ ആരാണ് എന്ന് സംസാരിക്കാൻ തുടങ്ങുകയാണ്. ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങൾ ആരാണ് എന്നുള്ള വ്യക്തത പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തന്നാൽ പിന്നെ തിരിച്ചു പോകരുത്. നാളെ വന്ന് വേറൊരാള് ബലഹീനതയുടെയും ദുർബലതയുടെയും കഷ്ടതയുടെയും കാര്യങ്ങൾ പറയുമ്പോൾ അതുമായിട്ട് സമരസപ്പെടരുത്. വചനത്തിനകത്ത് നിൽക്കണം. ദൈവവചനത്തിന് വിരോധമായിട്ടുള്ള വെളിപ്പാടുകളെ തിരിച്ചറിയുവാനുള്ള കരുത്ത്, അതിനുള്ള ആ പ്രായോഗിക പരിജ്ഞാനം നമുക്ക് അത്യാവശ്യമാണ്. എല്ലാത്തിനും ആമേൻ പറയരുത്. പുതുനിയമത്തിന്റെ വെളിപ്പാടിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന എല്ലാത്തിനും ആമേൻ പറയരുത്. നിങ്ങൾ വചനത്തെക്കുറിച്ച് നിശ്ചയമുള്ളവരായിരിക്കണം. എല്ലാം കേൾക്കാനും പോകരുത്. ഒരുപക്ഷെ നിങ്ങൾക്കറിയാം ആ പറയുന്നത് സത്യമല്ലെന്ന്, എങ്കിലും അത് കേട്ടോണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ അകത്ത് ഒരു അസ്വസ്ഥതയും അസ്ഥിരതയും ഉണ്ടാകും. ആമേൻ. അതുകൊണ്ട് വചനത്തിനകത്ത് തന്നെ നിലനിൽക്കണം. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറയുക, വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക. ആമേൻ. പണ്ടെങ്ങോ വായിച്ച ഒരു പുസ്തകത്തിൽ അതിനെക്കുറിച്ച് ഒരു നിർവചനം എഴുതി വന്നപ്പോൾ ഒരു ദൈവദാസൻ പറഞ്ഞിരിക്കുന്നത് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ വളരെ മനോഹരമായ ഒരു നിർവചനം ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്: ദൈവവചനം പ്രസംഗിക്കുവാൻ കയറി നിൽക്കുന്ന ഒരു മനുഷ്യൻ ഇപ്പോൾ കിട്ടിയ വാർത്ത എന്ന് പറഞ്ഞുള്ള സാധനങ്ങളൊന്നും അവതരിപ്പിക്കരുതെന്നാണ്. ഇപ്പൊ ഇവിടെ വന്നപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രേരിപ്പിച്ചതാണ്, നെവർ. വചനത്തെക്കുറിച്ച് വ്യക്തതയോടുകൂടിയായിരിക്കണം നിലനിൽക്കേണ്ടത്. അതിന് അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു ഉദാഹരണം ഇങ്ങനെയാണ്: ഓപ്പറേഷൻ ടേബിളിൽ ഒരു ന്യൂറോ സർജൻ ഒരു വ്യക്തിയെ സർജറിക്ക് വേണ്ടി വിധേയപ്പെടുത്തുന്ന സമയത്ത് എത്രത്തോളം അദ്ദേഹം ജാഗ്രതയുള്ളവനായിരിക്കുമോ അത്രമാത്രം ജാഗ്രതയോടുകൂടി ആയിരിക്കണം ദൈവത്തിന്റെ വചനവുമായി ഒരു ശുശ്രൂഷകൻ പുൽപിറ്റിൽ പ്രസംഗിക്കുവാൻ കയറി നിൽക്കുന്നത്. കാരണം ഒരു വലിയ വിലപ്പെട്ട ജീവനുകളാണ് അദ്ദേഹത്തിന്റെ മുൻപിൽ വന്ന് നിൽക്കുന്നത്. തെറ്റായ ഒരു പ്രസ്താവന ഒരു പക്ഷേ അനേകരുടെ ജീവിതത്തെ നശിപ്പിച്ചു കളയും. ഹല്ലേലൂയ. ഏദൻ തോട്ടം മുതൽ ഇന്നുവരെ പ്രത്യേകിച്ച് ദൈവസഭയ്ക്കകത്തുള്ള കരുത്തുള്ള പല വ്യക്തികളെയും തകർത്ത് കളഞ്ഞത് ഈ ഐഡന്റിറ്റി പ്രോബ്ലമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് പറയുന്ന തിരുവെഴുത്തിന് അമിത പ്രാധാന്യം കൊടുത്തേ മതിയാകത്തുള്ളൂ. ഇവിടെ എന്താ സംഭവിച്ചതോ? ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവ് എനിക്ക് ഇല്ലാത്തത് കൊണ്ട് അരുത് എന്ന് പറഞ്ഞതിൽ അതിലംഘിച്ചു പ്രവേശിച്ചു. പഴം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു. ഇപ്പോൾ എന്ത് സംഭവിച്ചു? അവർ പാപം ചെയ്തു, പാപത്തിന് അടിമകളായിപ്പോയി. പഴം പറിച്ചതാണോ പ്രശ്നം? നോ. ഏദൻ തോട്ടത്തിൽ നിന്ന് ഒരു വൃക്ഷത്തിന്റെ ഒരു പഴം പറിച്ചു തിന്നു എന്നുള്ളതല്ല അവിടുത്തെ പ്രോബ്ലം. പിന്നെ എന്താണ് തോട്ടത്തിലെ പ്രോബ്ലം? ദൈവത്തെ അവിശ്വസിച്ചു എന്നുള്ളതായിരുന്നു. ദൈവം ഞങ്ങളെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഈ പഴം തിന്നോളാൻ പറയുമായിരുന്നു.
ദൈവം ഞങ്ങളെ സ്നേഹിച്ചിരുന്നെങ്കിൽ ദൈവത്തെ പോലെ ഞങ്ങളെ ആക്കുമായിരുന്നു. ദൈവത്തിന് നിങ്ങളോട് സ്നേഹമില്ല, അതുകൊണ്ടാണ് ദൈവം നിങ്ങളുടെ മുമ്പിൽ ഇത് മറച്ചു വെച്ചത് എന്ന് പിശാച് പറഞ്ഞപ്പോൾ ദൈവത്തെ അവിശ്വസിച്ചു, പിശാചിനെ വിശ്വസിച്ചു. നമ്മുടെ പ്രശ്നം ഇവിടേക്കാണ്. നമുക്കിപ്പോഴും ഈ ദൈവവചനത്തെ അങ്ങോട്ട് വിശ്വസിക്കാൻ പാടാം. പക്ഷെ പിശാച് പറയുന്ന കാര്യത്തെ വിശ്വസിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. വഴിയോടെ പോകുന്ന കാക്കാത്തി പറയുന്നത് നമുക്ക് വേദവാക്യമാണ്, പക്ഷെ വചനം പറയുന്ന കാര്യത്തിന് അങ്ങോട്ട് ആമേൻ പറയാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ അതിനകത്തോട്ട് വരുന്നുണ്ട്. സ്തോത്രം. തോട്ടത്തിനകത്ത് പിശാച് കൊണ്ടുവന്ന് അവരുടെ മുൻപിൽ വെച്ചത് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചിന്തയായിരുന്നു. അപ്പോൾ പിശാച് ജയിച്ചു. അവർ തോട്ടത്തിനകത്തുനിന്ന് പുറത്തുപോയി. എല്ലാ സുഖ സൗകര്യങ്ങളോടും വിട പറഞ്ഞ് നിറഞ്ഞ കണ്ണുകളോടുകൂടി ഇവർ തോട്ടത്തിൽ നിന്നും പുറത്തു പോകുന്നു. അടുത്തൊരു തലമുറ വരികയാണ്. പിള്ളേരുണ്ടാകുന്നു. അവർക്ക് പറുദീസ എന്താണെന്ന് അറിയില്ല, കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ. അവർ പറുദീസ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അവരുടെ ഐഡിയോളജി വെച്ചിട്ടാണ് അവർ പറുദീസ പണിയാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പനും അമ്മയും പറഞ്ഞ അറിവ് വെച്ചുകൊണ്ട് അനുഭവം അവർക്കില്ല. അടുത്തൊരു തലമുറ വിഷം ചീറ്റുന്ന തലമുറയായി മാറി. അധികാരം നഷ്ടപ്പെട്ടു, ശക്തി നഷ്ടപ്പെട്ടു, കൂട്ടായ്മ നഷ്ടപ്പെട്ടു, നഗ്നത വെളിപ്പെട്ടു, ഉത്കണ്ഠ, ഭയം, നിരാശ, ആക്രമണവാസന, കുറ്റപ്പെടുത്തൽ ഇത്യാദി അനേക നെഗറ്റീവ് ഫീലുകൾ അവരുടെ അകത്ത് വാഴ്ച നടത്തുവാൻ തുടങ്ങി. ഇപ്പോൾ ദൈവത്തെ കൂടാതെ നിലനിൽപ്പിനു വേണ്ടി അവർ പോരാടുകയാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഏദൻ തോട്ടത്തിനകത്തുനിന്ന് തമ്പുരാൻ അവരെ പുറത്താക്കിയതിനു ശേഷം തോട്ടത്തിന്റെ വാതിൽ അടച്ചു കളഞ്ഞു. തിരിയുന്ന ജ്വാലയുള്ള വാളുമായി ദൂതന്മാരെ കാവൽ നിർത്തിയിട്ട് ദൂതന്മാരും ദൈവവും കൂടി തോട്ടത്തിനകത്ത് ആരാധന നടത്തുകയായിരുന്നില്ല. ഈ നഷ്ടപ്പെട്ട മനുഷ്യൻ എവിടേക്കാണോ ഇറങ്ങിപ്പോയത് അവന്റെ പിന്നാലെ ദൈവകൃപ ഇറങ്ങിപ്പോവുകയായിരുന്നു. യെസ്, മനുഷ്യന്റെ കൂടെയായിരുന്നു ദൈവം. മനുഷ്യനെ തിരിച്ചറിഞ്ഞിട്ടില്ല. പിന്നെ ഭൂമിയിൽ ഉഴന്നു നടക്കുന്നവരായി അവർ മാറി. പിന്നെ ചതിയുടെയും വഞ്ചനയുടെയും കഥകൾ നാം കാണുന്നു. വലിയ പ്രതിസന്ധിയുടെ കാലഘട്ടമാണ്. ഈ പറുദീസ നഷ്ടത്തിനുള്ള മറുപടിയുമായി കാലത്തികവിങ്കൽ ദൈവം തന്റെ പുത്രനെ അയച്ചു. ഇതിനുള്ള പൂർണ്ണ മറുപടി വെളിപ്പെടുന്നത് കാൽവറിയുടെ ക്രൂശിലാണ്. ദൈവത്തിന്റെ ഓമനകുമാരൻ കാൽവറിയുടെ ക്രൂശിൽ പിടഞ്ഞു മരിക്കുമ്പോൾ, അപ്പാ നീ എന്തിനു വേണ്ടിയാണ് ഈ ത്യാഗത്തിന് വേണ്ടി തയ്യാറാകുന്നു എന്ന് ചോദിക്കുമ്പോൾ ക്രൂശിൽ ഒരു മറുപടിയുണ്ട്. നിന്റെ പാപം മോചിക്കുവാൻ എന്നുള്ള മറുപടിയല്ല. ഹല്ലേലൂയ, ഞാൻ നിന്നെ സ്നേഹിച്ചു, സ്വന്തം ജീവനെ പോലും തന്നു നിന്നെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം എനിക്ക് നിന്നോട് വാത്സല്യമുണ്ടായിരുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ടായിരുന്നു. ഏദൻ തോട്ടത്തിൽ വെച്ച് നീ എന്നെ അവിശ്വസിക്കുകയും പിശാചിനെ വിശ്വസിക്കുകയും ചെയ്തു. എനിക്ക് നിന്നോട് സ്നേഹമില്ല എന്നായിരുന്നു നിന്റെ കണക്ക് കൂട്ടൽ. പക്ഷെ കാൽവറിയുടെ ക്രൂശ് വിളിച്ചു പറയുന്നു, ദൈവം അവസാന തുള്ളി രക്തം വരെയും ഊറ്റി നൽകിക്കൊണ്ട് തന്റെ മക്കളെ സ്നേഹിച്ചു. രമ്യ പ്രവാചകൻ വെളിപ്പാടിൽ കണ്ടുകൊണ്ട് കാലങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിരിക്കുക, നിത്യ സ്നേഹം കൊണ്ട് അവൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. അപ്പൊ കാൽവറിയുടെ ക്രൂശ് വെളിപ്പെടുമ്പോൾ ഒരു കൈമാറ്റം കൂടി സംഭവിക്കുന്നുണ്ട്. ഏദൻ തോട്ടത്തിൽ വെച്ച് ഈ പഴം പറിച്ചു തിന്ന് ദൈവത്തെ അവിശ്വസിച്ചപ്പോൾ സംഭവിച്ച നഷ്ടങ്ങളിലേക്ക് മനുഷ്യൻ കൂടെ കൂടെ ഉറ്റുനോക്കുകയും പറുദീസ സ്വപ്നം കാണുകയും ചെയ്യുന്ന മനുഷ്യന് നഷ്ടപ്പെട്ടതിനെ പുനഃസ്ഥാപിക്കുന്ന ഒരു പ്രക്രിയ കാൽവറിയിൽ നടക്കുന്നുണ്ട്. നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ബാർട്ടർ സമ്പ്രദായം എന്ന് പറയുന്ന ഒരു പരിപാടി പഠിച്ചിട്ടുണ്ട്. കറൻസി ഉണ്ടാകുന്നതിന് മുമ്പ്, നാണയം ഉണ്ടാകുന്നതിന് മുൻപ് ഇവിടെ കൊടുക്കവാങ്ങലിനുള്ള പ്രത്യേക മാർഗങ്ങളില്ലാതിരുന്ന കാലഘട്ടത്തിൽ വസ്തുക്കൾ അങ്ങോട്ട് കൊടുത്ത് പകരം വസ്തുക്കൾ ഇങ്ങോട്ട് വാങ്ങിക്കുക, അരി ഇങ്ങോട്ട് വാങ്ങിട്ട് മത്തങ്ങ അങ്ങോട്ട് കൊടുക്കുന്ന ഒരു കാലഘട്ടം, ബാർട്ടർ സമ്പ്രദായം. എന്നതുപോലെ കാൽവറിയുടെ കൊലക്കളത്തിൽ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും സുപ്രധാനമായ ഒരു ബാർട്ടർ സമ്പ്രദായം നടക്കുകയാണ്. എന്താ സംഭവിക്കുന്നത്? കാൽവറിയുടെ കൊലക്കളത്തിൽ ഒരുവൻ നഗ്നനായി തൂങ്ങിക്കിടക്കുകയാണ്. ഇറച്ചിക്കടയുടെ വാതിക്കൽ ഒരു മാംസപിണ്ഡം തൂങ്ങിക്കിടക്കുന്നത് പോലെ അവൻ ക്രൂശിൽ തൂങ്ങിക്കിടക്കുകയാണ്. അവിടേക്ക് നോക്കുമ്പോൾ പ്രവാചകൻ ആത്മാവിൽ കണ്ടിട്ട് വിളിച്ചു പറയുന്നു, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവൻ വിരൂപനായി കിടക്കുകയാണ്. പക്ഷെ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ സംഭവിക്കുന്നത് അറിയാമോ? എന്റെ ശാപവും എന്റെ പാപവും അവൻ അവനിൽ ഏറ്റെടുത്തു. എന്നിട്ട് അവന്റെ നീതിയെ
അവൻ എൻ്റെ മേൽ കൈമാറി. അതാണ് സുപ്രധാനമായ ബൈബിൾ നൽകുന്ന വെളിപ്പാട്. വേദപുസ്തകം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സുവിശേഷം ഇതാണ്: എന്റെ ശാപത്തെ അവൻ അവന്റെ ചുമലിൽ തൂക്കി, പകരം അവന്റെ ദൈവനീതിയെ അവൻ എൻ്റെ മേൽ കൈമാറി. അതുകൊണ്ടാണ് റോമാലേഖനം പറയുന്നത് വിശ്വസിക്കുമ്പോൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുകയാണ് എന്നുള്ളത്, നീതിമാന്മാരാക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനകത്ത് എത്ര പേർക്ക് ഉറപ്പുണ്ട് നീതിമാൻ ആണ് എന്ന്? മിണ്ടുന്നില്ല. സ്തോത്രം. എത്ര പേർക്ക് ഉറപ്പുണ്ട് ഞാൻ നീതിമാനാണെന്ന്? എല്ലാവർക്കും ഒന്നും ഉറപ്പില്ല. കാര്യം എന്താണെന്നറിയാമോ? ഈ വേണ്ടാത്തത് ഒത്തിരി അകത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലും ഇല്ല, എല്ലാവരും പാപം ചെയ്തു എന്നൊക്കെയുള്ള വാക്യങ്ങൾ. ഇത് പഴയ നിയമത്തിലെ വാക്യമാണ് സാറേ, സങ്കീർത്തനത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ്. അതിന് കാലങ്ങൾ കഴിഞ്ഞപ്പോഴാണ് പുതിയ നിയമം വെളിപ്പെട്ടു വരുന്നത്. പുതിയ നിയമത്തിൽ റോമാലേഖനത്തിൽ ആ വാക്യം എഴുതി വെച്ചിട്ടുണ്ട്: നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. പക്ഷെ താഴേക്ക് വായിച്ചു വരുമ്പോൾ അത് പഴയ നിയമത്തിൽ നിന്ന് കോട്ട് ചെയ്തിരിക്കുന്നതാണ്. എന്നാൽ അവസാനം വരുമ്പോൾ പറയുകയാണ്, അവന്റെ പുത്രനായ ക്രിസ്തു മുഖേന വിശ്വസിക്കുന്ന സകല വ്യക്തികൾക്കും സൗജന്യ നീതീകരണം നൽകുവാൻ പിതാവാം ദൈവത്തിന് പ്രസാദമായി. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് ദൈവം അവനെ പാപമാക്കി. ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്നത് പാപമാണിപ്പോൾ. പകരം അവന്റെ മേൽ നിറഞ്ഞു നിന്ന നീതി മുഴുവനും കൂടി അവൻ എൻ്റെ മേൽ കൈമാറി. എന്നിട്ട് പിതാവാം ദൈവം ഇപ്പോൾ നിന്നെ നോക്കുമ്പോൾ നീ കുറ്റക്കാരനല്ല, നീ പ്രശ്നക്കാരനല്ല, നീ അപരാധിയല്ല. നിയമപരമായി നിന്നെ അനുഗ്രഹിക്കാതിരിക്കുവാൻ ഒരു വ്യവസ്ഥയുമില്ല. പിടികിട്ടുന്നുണ്ടോ? ഇച്ചിരിയുടെ നീ നന്നാകാനുണ്ട്, അതുകൊണ്ടാ നിനക്ക് ഈ വിടുതൽ താമസിക്കുന്നത്. നെവർ. നിയമപരമായി നിന്നെ അനുഗ്രഹിക്കാതിരിക്കുവാൻ ദൈവരാജ്യത്തിന് കഴിയത്തില്ല. കാരണം നിന്റെ സകല പാപത്തിനുമുള്ള വില കാൽവരിയുടെ ക്രൂശിൽ ദൈവപുത്രൻ കൊടുത്തു കഴിഞ്ഞു. ഒരു തെറ്റിന് 2 ശിക്ഷയുണ്ടോ? ഉണ്ടോ? ആദ്യം വെടിവെക്കുക, പിന്നെ തൂക്കിക്കൊല്ലുക. അങ്ങനെ 2 സമ്പ്രദായം ഉണ്ടോ? ഏതെങ്കിലും ഒന്നേ ഉള്ളൂ. പാപത്തിന്റെ ശമ്പളം മരണമാണെങ്കിൽ ദൈവപുത്രൻ പാപത്തിനുള്ള വിലയായ ആ മരണം ഏറ്റെടുത്ത് കഴിഞ്ഞു. നിന്നോട് സ്വതന്ത്രനായി പോയിക്കൊള്ളാൻ പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ പിശാചി വന്നിട്ട് പറയുക, നീ ഇച്ചിരിയുടെ ശരിയാകാനുണ്ടെന്ന്. ഇത് കേട്ടിട്ട് ഞാൻ ശരിയാകാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുമ്പോൾ പ്രവാചകൻ പുറകിന് ഓടി നടന്നു പറയുക, നിന്റെ നീതി പ്രവർത്തികളെല്ലാം കറ പുരണ്ട തുണി പോലെയാണ്ടിരിക്കുന്നത്. നീ എത്ര ശരിയാക്കാൻ ശ്രമിച്ചാലും ഒരിടം പൊക്കുമ്പോൾ 9 ഇടം താഴെ പോകും. അതുകൊണ്ട് നീ നീതിമാനാകാൻ ശ്രമിക്കരുത്. നിനക്ക് നീതി പ്രവർത്തി ചെയ്ത് നീതിമാനാകാൻ കഴിയില്ല. നീ നീതിമാനായിരിക്കുന്നത് നിന്റെ പ്രവർത്തി കൊണ്ടല്ല, പകരം ദൈവപുത്രന്റെ പ്രവർത്തി കൊണ്ടാണ്. നിങ്ങളുടെ മേൽ വന്നിരിക്കുന്ന നീതി നിങ്ങളുടെ നീതിയല്ല. നീ നീതിമാനായിരിക്കുന്നത് നിന്റെ നീതി കൊണ്ടല്ല, ദൈവത്തിന്റെ നീതി കൊണ്ടാണ്. ഈ നീതീകരണം നിങ്ങളുടെ മേൽ ദൈവം ആക്കി വെച്ചിരിക്കുക. ഒന്നാമത് കാൽവറിയുടെ ക്രൂശ് എനിക്ക് നൽകിയ സുപ്രധാനമായ ഗിഫ്റ്റ് ഇതാണ്: ദൈവത്തിന്റെ നീതി എനിക്ക് തന്നു, പകരം എന്റെ പാപം അവൻ എടുത്തു. 2, എന്റെ രോഗം അവൻ എടുത്തു, പകരം അവന്റെ സൗഖ്യം അവൻ എൻ്റെ മേൽ പകർന്നു. ഇന്ന് രാത്രിയിൽ ഈ വചനം കേൾക്കുമ്പോൾ വിശ്വസിക്കുന്നവരുടെ മേൽ പ്രാർത്ഥന കൂടാതെ സൗഖ്യം വരും. നിങ്ങളുടെ ശരീരം ബലഹീനമാണോ? നിങ്ങളുടെ അസ്ഥികൾ ദുർബലമാണോ? നിങ്ങൾ ഒരു രോഗത്താൽ ദീർഘനാളുകൾ കൊണ്ട് ക്ലേശം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണോ? ഈ രാത്രിയിൽ പ്രത്യേക പ്രാർത്ഥനയുടെ ഒന്നും ആവശ്യമില്ല. ഈ വചനം ഇന്ന് രാത്രിയിൽ കേറേണ്ടതുപോലെ നിന്റെ അകത്ത് കയറിയാൽ ഇവിടെ ഇരിക്കുന്ന നിമിഷം വചനമായിട്ട് സൗഖ്യമാക്കുന്നവന്റെ ശക്തി നിന്റെ ശരീരത്തിൽ വ്യാപരിക്കുന്നത് നിനക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. അവൻ രോഗം ശീലിച്ചവനായി മാറി. ഹല്ലേലൂയ. തിരുവെഴുത്ത് പറയുകയാണ്, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവൻ വിരൂപനായി പോയി. ദൈവം അവനെ അടിച്ചും ശിക്ഷിച്ചും ഖണ്ഡിപ്പിച്ചും ഇരിക്കുന്നുവെന്ന് നാം വിചാരിച്ചു. എന്നാൽ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ ബലഹീനതകളെ അവൻ ചുമന്നു. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവൻ തകർന്നും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം അവൻ മുറിവേറ്റുമിരിക്കുന്നു. ഹല്ലേലൂയ. അവന്റെ അടിപ്പുണരുകളാലുള്ള സൗഖ്യം നമ്മുടെ മേൽ വന്നിരിക്കുന്നു. നിന്റെ ശരീരത്തിൽ രോഗം പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് തന്നെ നിനക്കുള്ള സൗഖ്യത്തിന്റെ ലേപനം ദൈവരാജ്യത്തിൽ നിന്നും പകരപ്പെട്ട് കഴിഞ്ഞുവെന്നാണ് ഈ പുസ്തകം വിളിച്ചു പറയുന്നത്. ഇതെങ്ങനെ പ്രാപിക്കുവാൻ കഴിയും? മനസ്സിന് മാറ്റം വരുമ്പോൾ സൗഖ്യം കൂടെ വരും. എപ്പോഴാണോ മനസ്സിനകത്ത് പൂർണ്ണമായിട്ടുള്ള രൂപാന്തരം സംഭവിക്കുകയും ഇത് വിശ്വസിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നത്, ആ സമയത്താണ് ഇത് ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്നത്. മറ്റുള്ളവർ കാണിക്കത്തക്കവണ്ണം നിനക്ക് അനുഭവിക്കുവാൻ പറ്റുന്നത് ആ സാഹചര്യത്തിലാണ്. അതുകൊണ്ട് തിരുവെഴുത്ത് പറയുകയാണ്, അവൻ തകർക്കപ്പെട്ടപ്പോൾ അവന്റെ ശരീരത്തിൽ നിന്നുള്ള ആ സൗഖ്യം നിന്റെ ശരീരത്തിലേക്ക് വ്യാപരിക്കുകയും നിന്റെ രോഗത്തെ അവൻ ചുമക്കുകയും ചെയ്തു. ഹല്ലേലൂയ.
കാൽവറിയുടെ ക്രൂശിൽ ക്രിസ്തു തൂങ്ങിക്കിടക്കുന്ന ആ ചിത്രം അത്യന്തം വേദനാജനകമാണ്. ക്രൂശ് ഒരു ശാപത്തിന്റെ വസ്തുതയാണ്. ഈ കാലഘട്ടത്തിൽ കുരിശിന് കുറച്ച് മാന്യതയും അംഗീകാരവും വിലയും ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ 2000 വർഷങ്ങൾക്ക് മുമ്പ് കുരിശ് എന്നുള്ളത് ഏറ്റവും നികൃഷ്ട ജന്മങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്ന ഒരു പേർഷ്യൻ ശിക്ഷാ നിയമമായിരുന്നു. റോമ ഗവൺമെന്റ് പേർഷ്യക്കാരുടെ കയ്യിൽ നിന്നും കടമെടുത്തതാണ് കുരിശ് മരണം എന്നുള്ളത്. സ്വന്തം പൗരന്മാർക്ക് അവർ കുരിശ് കൊടുക്കൂല. വിജാതീയർക്ക്, അന്യർക്ക്, പരദേശികൾക്ക്, അതും എല്ലാവർക്കുമല്ല. ഭൂമിക്ക് വഹിക്കാൻ കഴിയാത്തവൻ, ഇവൻ ശപിക്കപ്പെട്ടവൻ എന്നോ ഒരു സമൂഹം മുഴുവൻ ആരെക്കുറിച്ചാണോ വിധി എഴുതുന്നത് ആ വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല. ഇന്റർനാഷണൽ ക്രിമിനൽ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അങ്ങനെയുള്ള ആൾക്കാർക്കുള്ളതാണ് കുരിശു മരണം. അത് മനസ്സിലാകാൻ ബൈബിളിൽ തന്നെ തെളിവുകളുണ്ട്. അപ്പോസ്തലനായ പത്രോസിനെ റോമ ഗവൺമെന്റ് പിടിച്ചിട്ട് അവനെ ക്രൂശിച്ചത് ചരിത്രം പറയുന്നുണ്ട്. കുരിശിൽ തറച്ചു കൊല്ലുകയായിരുന്നു. എന്നാൽ അതേ കുറ്റത്തിന് തന്നെ പിടിക്കപ്പെട്ട പൗലോസിനെ കുരിശിൽ തറച്ചല്ല കൊന്നത്, തലവെട്ടിയാകുന്നു. കാര്യം എന്താണെന്നറിയാമോ? പൗലോസ് റോമൻ പൗരത്വമുള്ള മനുഷ്യനായിരുന്നു. പത്രോസ് അവരുടെ കാഴ്ചപ്പാടിൽ വിജാതീയനാണ്. അത്ര നികൃഷ്ടമായ ഒരു സ്ഥലത്ത് കിടന്നുകൊണ്ടാണ് അവൻ അലറിക്കരഞ്ഞുകൊണ്ട് പ്രാണനെ വിട്ടത്. എന്റെ പാപം അവന്റെ മേൽ വന്നു, എന്റെ രോഗം അവന്റെ മേൽ വന്നു. അടുത്തത്, എന്റെ ദാരിദ്ര്യം അവൻ എടുത്തു, അവന്റെ സമ്പത്ത് അവൻ എന്റെ മേൽ കൈമാറി. ഫിലിപ്പിയ ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ അത് ഓർപ്പിക്കുന്നുണ്ട്. അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം അവൻ ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ ഓർക്കണം. സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, യേശു ദരിദ്രനായിരുന്നോ? പരമസമ്പന്നനീ ധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സോ മനസാൽ. അത് പാട്ടാണ്, യാഥാർത്ഥ്യവുമായിട്ട് അധികം ബന്ധമില്ലാത്തൊരു പാട്ടാണ്. ഈ ഭൂമിയിൽ യേശു ദരിദ്രനായിട്ടല്ല ജീവിച്ചത്. ആമേൻ. പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ കാണാൻ പറ്റുക. അവൻ സമൃദ്ധിയിൽ തന്നെയായിരുന്നു. കാശുണ്ടായിരുന്നേ, 10 രൂപ മാത്രമേ ഉണ്ടെങ്കിൽ എന്റെ പോക്കറ്റ് കിടക്കും. കാശ് കൂടുതൽ വരുമ്പോഴല്ലേ സൂക്ഷിക്കാൻ ഒരാളും ഒരു ഫൈനാൻസ് സെക്രട്ടറി ഒക്കെ വരുന്നത്, ഇല്ലേ? യൂദായെ പിടിച്ച് കണക്കപ്പിള്ളയാക്കി വെക്കാനുള്ള കാര്യം എന്നാ? കാശ് കൂടുതൽ വരുന്നുണ്ട്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ളവൻ അവൻ ഈ ഭൂമിയിൽ പട്ടിണി പാപമായിട്ടല്ല ജീവിച്ചത്. സമ്പത്തുണ്ടായിരുന്നു. സുവിശേഷ പുസ്തകം വായിക്കുമ്പോൾ വസ്തുവകകൾ പോലും വിറ്റ് അതിൽ നിന്നും കിട്ടിയ ധനം യേശുക്രിസ്തുവിന് കൊടുത്ത സ്ത്രീകളെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. സമൃദ്ധിയിലായിരുന്നു. കാൽവറിയുടെ ക്രൂശിൽ യേശു തൂങ്ങിക്കിടക്കുമ്പോൾ ക്രൂശിന്റെ ചുവട്ടിൽ റോമൻ പട്ടാളക്കാർ അവന്റെ വസ്ത്രത്തിന് വേണ്ടി ചീട്ടിടുന്നൊരു ചിത്രം നാം ബൈബിളിൽ കാണുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒരു ക്രിമിനൽ, ഒരു ശപിക്കപ്പെട്ടവൻ എന്ന് വിധി എഴുതി കുരിശിൽ തൂക്കിക്കളഞ്ഞ ഒരു മനുഷ്യന്റെ വസ്ത്രത്തിന് വേണ്ടി റോമൻ പട്ടാളക്കാർ, പട്ടണിക്കാരല്ല, പണമുള്ളവരാ, റോമൻ പട്ടാളക്കാർ അവന്റെ വസ്ത്രത്തിന് വേണ്ടി ചീട്ടിടാണെങ്കിൽ അത് നിസ്സാര വസ്ത്രമായിരിക്കില്ല. നിസ്സാര വസ്ത്രമല്ല. തുണിക്കടയിൽ പോയി തുണിയെടുത്ത് ടൈലറിംഗ് ഷോപ്പിൽ കൊണ്ടുപോയി കത്രിക വെച്ച് വെട്ടി തുന്നി ഉണ്ടാക്കിയെടുത്ത സാധനമല്ല, ഒറ്റ നൂലയിൽ തുന്നിയെടുത്ത സാധനമാണ്. വെട്ടില്ലാതെ തിരുത്തില്ലാതെ തയ്ച്ചെടുത്ത കൈത്തറി വസ്ത്രം. അത് സമൂഹത്തിലെ കാലഘട്ടത്തിൽ പ്രമുഖന്മാർ, ഉന്നതന്മാർ ഒക്കെ ധരിക്കുന്നതായിട്ടാണ് കണക്കാക്കപ്പെട്ടു പോരുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ക്രിസ്തു ധരിച്ചിരുന്നത് ആ വസ്ത്രമായിരുന്നു. രക്തക്കറ പുരണ്ടിട്ടും ആ വസ്ത്രത്തിന് വേണ്ടി താഴെ ചീട്ടിട്ടുകൊണ്ടിരിക്കുന്നത് ഇത് വിലയുള്ളതായത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സാരം, യേശു ദരിദ്രനായിരുന്നില്ല. പക്ഷെ ബൈബിൾ പറയുന്നു അവൻ ദരിദ്രനായി. എവിടെ? കുരിശിൽ അവൻ ദരിദ്രനായി. യഹൂദന്മാരുടെ കാഴ്ചപ്പാടിൻ പ്രകാരം ഒരു മനുഷ്യൻ ദരിദ്രനാവുക എന്ന് പറഞ്ഞാൽ ആഹാരത്തിന് വകയില്ലാതിരിക്കുക എന്നുള്ളതല്ല. സ്വന്തമായി വീടില്ലാതെ ലോണും വാടക വീടും ഒക്കെ എടുത്ത് നടക്കുന്നത് അല്ല. യഹൂദന്മാരുടെ കാഴ്ചപ്പാടിൻ പ്രകാരം ഒരുത്തനെ ദരിദ്രനായി പ്രഖ്യാപിക്കണമെങ്കിൽ, അവൻ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണെന്ന് പറയണമെങ്കിൽ സ്വന്തമായ ഒരു ഉടുതുണി പോലും ഇല്ലാത്ത അവസ്ഥയിലെത്തണം.
ദേ നോക്ക്, കടന്നു പോകുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. ലജ്ജാപാത്രമായി, നിന്നാപാത്രമായി ക്രൂശിൽ അവൻ തൂങ്ങിക്കിടക്കുകയാണ്. ചിത്രകാരൻ വരച്ചു വെച്ച ഒരു ചിത്രം, ആ ചിത്രത്തിൽ അല്പവസ്ത്രധാരിയായിട്ടാണ് ക്രിസ്തു ക്രൂശിൽ കിടക്കുന്നത്. പക്ഷേ അവൻ സമ്പൂർണ്ണ നഗ്നനായി നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ ഉടുപ്പിക്കുവാൻ വേണ്ടി അവൻ ക്രൂശിൽ തന്നെത്താൻ സമർപ്പിക്കുകയായിരുന്നു. കാൽവറിയുടെ ക്രൂശിൽ തൂങ്ങിക്കിടന്ന ആ നിമിഷങ്ങളിൽ അവൻ ദരിദ്രനായിരുന്നു. എന്തുകൊണ്ട് അവൻ ദരിദ്രനായി മാറി? തിരുവെഴുത്ത് പറയുന്നു, അവന്റെ ദാരിദ്ര്യത്താൽ ഞാനും നിങ്ങളും സമ്പന്നരാകേണ്ടതിന് നാം നിമിത്തം അവൻ ദരിദ്രനായി തീർന്ന കൃപ ഓർക്കണം. ഞാൻ 3 കാര്യം പറഞ്ഞു. എന്തൊക്കെയാ? 1, നീതിമാൻ. 2, ആരോഗ്യവും സൗഖ്യവുമുള്ളവൻ. 3, സമ്പന്നൻ. ആമേൻ. ഈ 3 തലം നമ്മുടെ ജീവിതത്തിലേക്ക് കൈമാറിയിട്ടാണ് കാൽവറിയുടെ ക്രൂശിന്റെ ചിത്രം അവിടെ അവസാനിക്കുന്നത്. ധാരാളം വെളിപ്പാടുകൾ അതിനകത്ത് കിടക്കുന്നുണ്ട്, പക്ഷെ ഇത് സുപ്രധാനമായ വെളിപ്പാടുകളാണ്. ഹല്ലേലൂയ. ഇത് എപ്പോഴാണോ വിശ്വസിക്കുന്നത്, ഈ പകല് പറഞ്ഞതുപോലുള്ള വിശ്വാസമല്ല കേട്ടോ, ഇത് അസ്ഥികൾ കയറി പിടിക്കണം. അപ്പോൾ ഞാൻ ഒന്നുമില്ലായ്മയിൽ ഇരുന്നുകൊണ്ട് പറയും, ഞാൻ ധനവാൻ, ഞാൻ സൗഖ്യമുള്ളവൻ, ദൈവം എന്നെ അങ്ങനെയാക്കിയാ വെച്ചിരിക്കുന്നത്. പക്ഷെ ഐഡന്റിറ്റിയെ കുറിച്ചുള്ള വ്യക്തത ഇല്ലാത്ത വരുമ്പോഴാണ് നമ്മൾ തിരികെ സംസാരിക്കുവാൻ തുടങ്ങുന്നത്. അനുഭവങ്ങളിൽ കൂടി കാര്യങ്ങൾ കണ്ടും കേട്ടും പഠിച്ച് അതിനകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ അഭിപ്രായം പറയുന്നത്, അല്ലാതെ വചനത്തിനകത്ത് നിന്നുകൊണ്ടല്ല. ഇന്ന് രാത്രി അനുഭവം എന്ത് തന്നെയാണെങ്കിലും വചനത്തിനകത്തേക്ക് കയറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയുവാൻ കഴിയും, ഞാൻ സമ്പന്നനാണ്, ഞാൻ സൗഖ്യമുള്ളവനാണ്, ഞാൻ നീതീകരിക്കപ്പെട്ടിരിക്കുകയാണ്. വചനത്തിനകത്തുനിന്ന് പുറത്തിറങ്ങി കഴിയുമ്പോൾ ഇവിടെ സാധാരണക്കാരന്റെ തകർന്ന ജീവിതത്തിനകത്തേക്ക് ഇറങ്ങും. അവിടെ ഒന്നുകൊണ്ടാ പിന്നെ അഭിപ്രായങ്ങളെല്ലാം പറയുന്നത്. ഇന്ന് രാത്രിയിൽ വചനത്തിനകത്ത് കയറണം, ഇതിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകരുത്. അപ്പൊ ഈ പറയപ്പെട്ട 3 കാര്യങ്ങൾ കാൽവറിയുടെ ക്രൂശിന്റെ ഒരു ഭാഗമാണ്. ഒരു നാണയത്തിന്റെ മറുവശം എന്ന് പറയുന്നത് പോലെ ഇതിന് ഒരു ഓപ്പോസിറ്റ് വശമുണ്ട്. അത് വളരെ സുപ്രധാനമാണ്. ഉറങ്ങരുത്, ശ്രദ്ധയോടുകൂടി ഇരിക്കണം. അതിനകത്ത് കുറെ കാര്യങ്ങൾ പരിശുദ്ധാത്മാവിന് സംസാരിക്കുവാനുണ്ട്. കാൽവറിയുടെ ക്രൂശിൽ ഒരു മനുഷ്യൻ തൂങ്ങിക്കിടക്കുന്ന ചിത്രം, അതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ബൈബിൾ പറയുന്നു അതൊരു മനുഷ്യന്റെ മരണമല്ല. കാൽവറിയുടെ ക്രൂശിൽ ഒരാളല്ല മരിച്ചത്. ക്രൂശ് ഉയർത്തപ്പെട്ടപ്പോൾ, ക്രൂശിൽ മരണം സംഭവിച്ചപ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, ഞാൻ അവിടെ ഉണ്ടായിരുന്നു. വിശ്വസിക്കാൻ പറ്റുമോ? സത്യത്തിന് നിരക്കാത്ത പ്രസ്താവനയല്ലേ? എങ്ങനെ ഇതിനെ ന്യായീകരിക്കാൻ പറ്റും? എന്നാണ് യേശു മരിച്ചത്? 2000 വർഷങ്ങൾക്ക് മുമ്പ്. ഞാൻ ജനിച്ചത് എപ്പോഴാണ്? ഈ അടുത്ത കാലഘട്ടത്തിൽ. 2000 വർഷങ്ങൾക്ക് മുമ്പ് കുരിശിൽ യേശു മരിച്ചപ്പോൾ ഞാനും അവനിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ഭോഷത്വം വേറെ ഉണ്ടോ? ഒന്ന് വായിച്ചേ, റോമാലേഖനം 6-ാം അധ്യായം 6-ാം വാക്യം. റോമർ 6:6. ഇനി പാപത്തിന് അടിമപ്പെടാതെ വേണം. ഒരു വാക്ക്, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വേണം. പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. നമ്മുടെ പഴയ മനുഷ്യൻ ആരോടുകൂടെ? യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നുണ്ടോ? കർത്താവേ, ക്രൂശിൽ നീ മരിച്ചല്ലോ. ഇല്ല, കർത്താവേ, ക്രൂശിൽ ഞാൻ മരിച്ചല്ലോ. പഴയ മനുഷ്യന്റെ തകർച്ചയും പുതിയ മനുഷ്യന്റെ ജീവിതവും ആരംഭിക്കുന്നത് കാൽവറിയുടെ ക്രൂശിലാണ്. അതുകൊണ്ടാണ് ചരിത്രം പോലും അറിയാതെ വിഭജിക്കപ്പെട്ടു പോയത്. AD എന്നും BC എന്നും 2 ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു മാറ്റുകയായിരുന്നു. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം. എന്താ പറയുന്നത്? ഇനിയും ഒരു ഏദൻ തോട്ടം ഈ ഭൂമിയിൽ ആവർത്തിക്കപ്പെടാതിരിക്കേണ്ടതിന്, ഇനിയും ദൈവിക പദ്ധതിയെ പരാജയപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് ദൈവം തന്നെ ഒരു പദ്ധതി ആവിഷ്കരിച്ചു. നമ്മുടെ പഴയ മനുഷ്യനെ അവനോടുകൂടെ ക്രൂശിൽ തകർത്തു. ബൈബിൾ പഠിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില പ്രസ്താവനകളുണ്ട്. പഴയ മനുഷ്യൻ, പുതിയ മനുഷ്യൻ, ഒന്നാം മനുഷ്യൻ, ഒടുക്കത്തെ മനുഷ്യൻ, ഒന്നാം ആദാം, ഒടുക്കത്തെ ആദാം, ഇങ്ങനെയൊക്കെയുള്ള ചില വാക്കുകളുണ്ട്. ഇതൊരു തലമുറയെ
അഭിസംബോധന ചെയ്യാൻ ഉപയോഗിക്കുന്ന പദങ്ങളാണ്. സ്തോത്രം. 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിൽ യേശു മരിച്ചപ്പോൾ ഞാനും അവനോടുകൂടെ മരിച്ചു എന്ന് പറഞ്ഞാൽ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത പ്രസ്താവനയാണ്. ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിക്കുമായിരിക്കും, കാരണം ബൈബിള് മുഴുവൻ വിശ്വസിച്ചേക്കാമെന്ന് കോൺട്രാക്ട് പിടിച്ചിരിക്കുകയായതുകൊണ്ട് നമ്മളൊക്കെ പറയും, ആമേൻ പറയും. പക്ഷെ ഈ പ്രസംഗം പുറം ലോകത്ത് നിൽക്കുന്ന ഒരു മനുഷ്യൻ അവൻ കേട്ടാ പറയും, ഇത്രയും ഊളയാണല്ലോടാ ഇവൻ, ഇല്ലേ? അതെങ്ങനെയാ പൊരുത്തപ്പെടുക? യേശു മരിച്ചപ്പോൾ ഞാൻ അവനോട് കൂടെ മരിച്ചു എന്നുള്ളത്, അത് പ്രൂവ് ചെയ്യാനുള്ള പല വാക്യങ്ങൾ ബൈബിളിനകത്തുണ്ട്. പഴയ നിയമത്തിലെ ഒരു വിഷയത്തെക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ സംബോധന ചെയ്യുമ്പോൾ അപ്പോസ്തലൻ പൗലോസ് എഴുതി വരുന്നൊരു ഭാഗമുണ്ട് എബ്രായ ലേഖനത്തിൽ. വിഷയം ലേവിയെ സംബന്ധിച്ച ലേവി ദശാംശം കൊടുത്തോ ഇല്ലയോ എന്നുള്ളതാണ്. ലേവി ദശാംശം കൊടുത്തിട്ടില്ല എന്നുള്ളത് യഹൂദന്മാർക്ക് മുഴുവൻ അറിയാം. കാരണം ലേവി കുടുംബം പൗരോഹിത്യ കുടുംബമാണ്. അവരാണ് ദശാംശം വാങ്ങുന്നത്, അവർ കൊടുക്കാറില്ല. അവരാർക്ക് കൊടുക്കാൻ? പക്ഷെ പൗലോസ് പറഞ്ഞു ലേവി ദശാംശം കൊടുത്തു. ആർക്ക് കൊടുത്തു? അത് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: അബ്രഹാം എന്നറിയപ്പെടുന്ന മനുഷ്യൻ, യഹൂദന്മാരുടെ പൂർവ്വപിതാവായ അബ്രഹാം 318 അഭ്യാസികളുമായി പുറപ്പെട്ട് 5 രാജ്യങ്ങളെയും 5 രാജാക്കന്മാരെയും ജയിച്ച് വിജയശ്രീലാളിതരായി മടങ്ങി വരുമ്പോൾ ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായ മൽക്കീസദേക്ക് അവരെ എതിരേറ്റു ചെന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അബ്രഹാമിന് അപ്പവും വീഞ്ഞും കൊടുത്താണ് എതിരേറ്റത്. ആ സമയത്ത് അബ്രഹാം സകലത്തിലും മൽക്കീസദേക്കിന് 10-1 ദശാംശം കൊടുത്തു. ആര് ദശാംശം കൊടുത്തു? അബ്രഹാം ദശാംശം കൊടുത്തു. പക്ഷെ തൊട്ട് താഴെ പൗലോസ് എഴുതിയിരിക്കുകയാണ്, അബ്രഹാം മൽക്കീസദേക്കിന് ദശാംശം കൊടുത്തപ്പോൾ അബ്രഹാമിന്റെ കൊച്ചുമക്കളിൽ ഒരുവനായ ലേവി അബ്രഹാമിന്റെ കടിപ്രദേശത്തുണ്ടായിരുന്നു. എല്ലാം മനസ്സിലാവുന്നുണ്ടോ? എന്റെ അപ്പൻ പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ അനുഗ്രഹം തലമുറകളുടെ മേലും കൂടെ പകരപ്പെടുന്നൊക്കെ നമ്മൾ പറയാറില്ലേ? എന്ന് പറഞ്ഞ പോലെ കണക്ക് കൂട്ടിയാൽ മതി. അബ്രഹാം ദശാംശം കൊടുക്കുമ്പോൾ അബ്രഹാമിന്റെ മകൻ ഇസഹാക്ക്, ഇസഹാക്കിന്റെ മകൻ യാക്കോബ്, യാക്കോബിന്റെ 12 മക്കളിൽ ഒരുവനായ ലേവി, ഇവരെല്ലാം അബ്രഹാമിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അബ്രഹാം ദശാംശം കൊടുത്തപ്പോൾ ലേവി ദശാംശം കൊടുത്തതായി ദൈവം കണക്കിട്ടു. പിടികിട്ടിയോ? പിടികിട്ടിയവരൊരു സ്വോത്രം പറഞ്ഞു. പിടികിട്ടാത്തവരൊരു ഇരിപ്പുണ്ട്, അവർക്കായിട്ട് ഞാൻ ഒരു സ്വോത്രം പറയുക. മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളം 999 വർഷത്തേക്ക് തമിഴ്നാടിന് കൊടുത്തേക്കാമെന്ന് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ഒരു ചക്രവർത്തി വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഉടമ്പടിക്കകത്ത് ഒപ്പുവെച്ചു. പക്ഷെ നമുക്ക് താല്പര്യമില്ല വെള്ളം കൊടുക്കാൻ. ഉണ്ടോ? തമിഴ്നാട്ടുകാർക്ക് വെള്ളം കൊടുക്കാതിരിക്കാൻ വേണ്ടി ഭയങ്കര പ്രശ്നം അവിടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. വെള്ളം തരൂല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ബാനറും കെട്ടി ജാതായും ഒക്കെ മുഴക്കുന്നുണ്ട്. ഡാം ഇപ്പൊ പൊട്ടും അതായതെന്നൊക്കെ പറഞ്ഞ് വിഷയം നടക്കുന്നുണ്ടെങ്കിലും ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം എന്നും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതെന്താ? അത് പണ്ടൊരു എഗ്രിമെന്റിൻ പ്രകാരം ഉറപ്പിക്കപ്പെട്ട ഉടമ്പടിയാണ്. 999 വർഷത്തേക്ക്. ഈ ഡാമിന് 60 വർഷത്തെ ഗ്യാരണ്ടി മാത്രമേ ഉള്ളൂ. പക്ഷെ എഴുതിയപ്പോൾ ഇത്ര എഴുതി വെച്ചു. കൃപയാൽ 120 വർഷം പിന്നിട്ടു, ഇപ്പോഴും വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഡാം ഇതുവരെയും പൊട്ടിയിട്ടില്ല. പൊട്ടാത്തിടത്തോളം കാലം ഈ വെള്ളം എല്ലാം കൊടുത്തോണ്ടേയിരിക്കും. പൊട്ടിക്കഴിയുമ്പോൾ പിന്നെ കൊടുക്കേണ്ടി വരില്ല, ഈ വെള്ളം എല്ലാം ഒഴുകിപ്പോകും. ആമേൻ. നമുക്കതിനോട് വിയോജിപ്പുണ്ടോ? നമുക്ക് എതിർപ്പുണ്ട്. പക്ഷെ എതിർത്തിട്ട് കാര്യമില്ല. അന്ന് തിരുവിതാംകൂർ ഭരിച്ച ചക്രവർത്തി ഉണ്ടല്ലോ, അദ്ദേഹം എന്റെ കൂടെ പ്രതിനിധിയായിരുന്നു. അയാൾ ഒപ്പിട്ടപ്പോൾ ഞാനും അതിനകത്ത് ഉൾപ്പെട്ടു. ആമേൻ. തീർന്നില്ല. നരേന്ദ്രമോദി ഒരു ബില്ലിനകത്ത് ഒപ്പുവെക്കുമ്പോൾ മോഡി ഒപ്പിട്ടെന്നോ BJP-കാരൻ ഒപ്പിട്ടെന്നോ അല്ല, ഇന്ത്യയിലുള്ള 130 കോടി ജനങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് ആ മനുഷ്യൻ അതിനകത്ത് ഒപ്പിട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഇനി ഒന്നുകൂടെ ഞാൻ പറയാം. ഒന്നാമത്തെ ആദാം പാപം ചെയ്തപ്പോൾ ആദാമിൽ നിന്നും പുറപ്പെട്ട സകല മനുഷ്യരും പാപം ചെയ്തു. നിങ്ങളാരും പഴം പറിച്ചില്ല, നിങ്ങളാരും പാപം ചെയ്യാൻ ഏദൻ തോട്ടത്തിൽ പോയതുമില്ല. ഏദനിൽ പാപം ചെയ്തത് ആദാമും ഹൗവയും കൂടിയാണ്. പക്ഷെ തലമുറ മുഴുവനും പാപികളായി മാറി. അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? ആ മനുഷ്യൻ അവിടെ പാപം ചെയ്യുമ്പോൾ അതിനകത്ത് ഞാനുണ്ടായിരുന്നു, നിങ്ങളും ഉണ്ടായിരുന്നു. അവരിൽ നിന്നും പുറപ്പെട്ട സകലതും ശാപത്തിന്റെയും പാപത്തിന്റെയും കീഴിലായി പോയി. ഇത്ര ഉദാഹരണം മതിയോ? ആമേൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ
ഒന്നാമത്തെ ആദാം ഈ ഭൂമിയിൽ കൊണ്ടുവന്ന് വിതച്ച വിത്ത് കൊയ്തെടുക്കുവാൻ വേണ്ടി ഒടുക്കത്തെ ആദാം ഇവിടേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ആദാമിൽ നിന്നും പുറപ്പെട്ട സകലത്തെയും അവനിൽ ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു ഇറങ്ങി വന്നത്. അവൻ കാൽവറിയിൽ മരിക്കുമ്പോൾ അവൻ മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പ്രതിനിധിയായിട്ടാണ് ക്രൂശിലേക്ക് കയറുന്നത്. അവൻ ഒറ്റയ്ക്കായിരുന്നില്ല, ക്രിസ്തു സകലരെയും ഉൾക്കൊണ്ടു. ആദാം സകല മനുഷ്യരെയും പാപത്തിനു വേണ്ടി ഉൾക്കൊണ്ടതുപോലെ കാൽവറിയിൽ ദൈവപുത്രനായ ക്രിസ്തു സകല മനുഷ്യരെയും നീതിമാന്മാരാക്കുവാൻ വേണ്ടി എല്ലാവരെയും ഉൾക്കൊണ്ടു. അതുകൊണ്ട് ക്രൂശിൽ യേശു മരിച്ചപ്പോൾ ഞാൻ അവനിൽ ഉണ്ടായിരുന്നു, നിങ്ങൾ അവരിൽ ഉണ്ടായിരുന്നു. അവിടെ മരിച്ചത് ഞാനാണ്, അവിടെ അടക്കപ്പെട്ടത് ഞാനാണ്, അവിടെ ഉയർത്തത് ഞാനാണ്. ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് ഒരു ഉയർപ്പും അവിടെ സംഭവിച്ചു. അങ്ങനെയുണ്ടെങ്കിൽ കാൽവറി മുഖേന സംഭവിച്ചത് ഒരത്ഭുതമാണ്. ചിന്തിക്കണം. ആ വാക്യം വെച്ചുകൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ കണ്ടമാനം ചോദ്യങ്ങളും അതിഗംഭീരമായ ആശയങ്ങളും വെളിപ്പാടുകളും ഒക്കെ പുറത്തു വരുവാൻ സാധ്യതയുണ്ട്. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അതിനകത്തൊന്ന് വേഗം ഓടി പുറത്തു വരുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അപ്പൊ നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. ഇതുവരെ അറിഞ്ഞില്ലെങ്കിൽ ഇപ്പൊ അറിഞ്ഞോണം കേട്ടോ. അവിടെ എഴുതിയിരിക്കുന്ന നാം അറിയുന്നു എന്നാണ്. ഈ തിരിച്ചറിവ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ തിരിച്ചറിവ് ലഭിച്ചത് കൊണ്ട് പൗലോസ് എഴുതി, ക്രിസ്തു ക്രൂശിക്കപ്പെട്ടപ്പോൾ ഞാനും അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ ജീവിക്കുന്നത്. 2 കൊരിന്ത്യർ 5:14 എഴുതിയിരിക്കുന്നു, സകലർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ സകലതും മരിച്ചതായി നിർണയിക്കപ്പെട്ടിരിക്കുന്നു. അനവധി വാക്യങ്ങൾ പുതിയ നിയമത്തിലെ ലേഖനങ്ങൾക്കകത്ത് കിടപ്പുണ്ട്. യേശുക്രിസ്തുവിന്റെ മരണത്തിൽ ഒരാളിന്റെ മരണം മാത്രമല്ല സംഭവിച്ചത്, ഒരു തലമുറയുടെ മുഴുവൻ മരണം സംഭവിക്കുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ, ഈ രാത്രിയിൽ നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങൾ മരിച്ച മനുഷ്യനാണ്. എവിടെ മരിച്ചു? ക്രിസ്തുവിൽ മരിച്ചു. ആമേൻ. ഇനി റോമർ 6:11 വായിക്കാം. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. അവണ്ണം തന്നെ നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ. അതൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഇനി അതിനകത്ത് നിന്നുകൊണ്ടായിരിക്കും നമ്മൾ അടുത്ത ഭാഗങ്ങളിലേക്ക് പോകുന്നത്. എണ്ണുക. ഗ്രീക്കിൽ ലോഗിസോമായി എന്ന് പറയുന്ന ഒരു വാക്കാണ് എണ്ണുക എന്നുള്ള ആ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ലോഗിസോമായി എന്ന് പറയുന്ന വാക്കിനകത്തു നിന്നാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്ക് വന്നിരിക്കുന്നത്. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? കണക്കെടുക്കുക, കണക്ക് കൃത്യമായി രേഖപ്പെടുത്തുക, കണക്കെഴുതുക, ഇതൊക്കെയാണ് അതിന്റെ അർത്ഥം. ഞാനൊരു കാര്യം പറയുന്നു, ഈ 100% കൃത്യതയുള്ള ഒരു കാര്യം ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ മാത്തമാറ്റിക്സ് മാത്രമേ ഉള്ളൂ, കണക്ക് മാത്രമേ ഉള്ളൂ. ശരിയോ തെറ്റോ ആർക്കറിയും? ആ 100% കൃത്യതയുള്ള ഒരു സംഭവം ഉണ്ടെങ്കിൽ കണക്ക് മാത്രമേ ഉള്ളൂ. അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിലേ ഇപ്പൊ ഈ കൊറോണ ഒക്കെ ആയിട്ട് പരീക്ഷയൊന്നും ഇല്ലാതിരിക്കുന്ന സമയം എങ്കിലും നമുക്കറിയാം, നമ്മുടെ പിള്ളേര് സ്കൂളിൽ പോയി പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് ഈ പരീക്ഷ പേപ്പർ എല്ലാം കൂടെ കിട്ടുന്ന ഒരു ദിവസം ഉണ്ടല്ലോ. സ്കൂൾ തുറന്ന് ഈ പരീക്ഷ പേപ്പറുമായിട്ട് പിള്ളേർ വരുന്ന സമയത്ത് ഈ പേപ്പർ എല്ലാം കൂടെ വെച്ചിട്ട് ഒരുമിച്ച് നോക്കാമെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് കറക്റ്റ് ആണെന്നൊരു സന്ദേശം കിട്ടും. നമ്മളിൽ പലരും 10ാം ക്ലാസ് ഒക്കെ ജയിച്ചത് തന്നെ ഒരു അത്ഭുതമാണ്. ഞാനൊക്കെ ജയിച്ചത് മഹാത്ഭുതങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തണം. പക്ക ഉഴപ്പനായിരുന്നു. പുസ്തകം കൈകൊണ്ട് തുടങ്ങത്തില്ല. പരീക്ഷയുടെ തലേ ആഴ്ച മുതൽ പരീക്ഷാപ്പനി തുടങ്ങും. പോകാതിരിക്കാൻ പറ്റൂല. സകലവിധ ദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് പരീക്ഷാ ഹാളിൽ കയറുന്നത്. അവിടെ ചെന്ന് കയറി ഈ ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് കിട്ടി കഴിയുമ്പോഴേക്കും വിയർക്കാൻ തുടങ്ങും. പിന്നെ കൃപയാൽ അന്നത്തെ ഒരു സമ്പ്രദായം ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. ഈ ആദ്യത്തെ ഒരു 10 ക്വസ്റ്റ്യൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. ഒരു ശരി ആൻസറും 3 തെറ്റ ആൻസറും കൂടെ തരും. ഇതിനകത്തൊന്ന് ഏതാ ശരിയെന്ന് കണ്ടുപിടിക്കാനാ പാട്. അതുകൊണ്ട് കണ്ണങ്ങോട്ട് അടച്ച് സകല ദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ച് കറക്കി ഒരു കുത്താണ്. ദൈവകൃപയാൽ കുത്തിയതിൽ 10ൽ 8 ശരിയായിരുന്നു. അങ്ങനെ ഒരു 8 മാർക്ക് കിട്ടി.
പിന്നെ അത്യാവശ്യം നൊടുക്കുമണികൾ നമ്മുടെ വീട്ടിൽ വെച്ച് റെഡിയാക്കിക്കൊണ്ടാ പോകുന്നേ. അത് അവസരത്തിനൊക്കെ പ്രയോഗിച്ചു, കാര്യങ്ങളൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് നടന്നു. നമ്മളും ആ കടന്നു. ഇതിനിടയ്ക്ക് വീണിട്ടുണ്ട് കേട്ടോ, വൃത്തിയാകാതെ ഇടയ്ക്ക് വീണ സമയങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിനകത്തൊരു രസമുണ്ട്. മലയാളം പരീക്ഷ നടക്കുകയാണ്. മലയാളം പരീക്ഷയ്ക്ക് ഒരു ചോദ്യം. എന്താ ചോദ്യം? ഒരു പദ്യം, അതിന്റെ ഒരു ഖണ്ഡിക എഴുതണം, 5 മാർക്ക് കിട്ടും. ഗീതാഞ്ജലി എന്നാണ്, ഞാനത് ഓർക്കുന്നുണ്ട്, ഞാൻ പഠിച്ച സമയം ഗീതാഞ്ജലി എന്ന് പറയുന്ന ഒരു പദ്യം. ഇതിന് 5 മാർക്കാണ്. ഈ സാധനം എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ആ പദ്യം മുഴുവൻ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അതുകൊണ്ട് അതിനകത്ത് ഒരു ഖണ്ഡിക നമ്മൾ കോപ്പി അടിച്ച് എഴുതി. ഉറപ്പായി 5 മാർക്ക് കിട്ടും. പക്ഷെ പരീക്ഷ പേപ്പർ കിട്ടിയപ്പോൾ 2.25 മാർക്കേ ഉള്ളൂ. ഞാൻ എഴുതി, കൃത്യമായിട്ട് ആ ഒരു ഖണ്ഡിക ഞാൻ എഴുതി. പക്ഷെ ആ ദുഷ്ടൻ സാറ് എനിക്ക് 2.25 മാർക്ക് തന്നുള്ളൂ. അതെന്തുകൊണ്ടാ അങ്ങനെ പറ്റിയത്? എനിക്ക് ഇപ്പോഴും ഉറപ്പാ ഞാനത് എഴുതിയെന്നുള്ളത്. പക്ഷെ മാർക്ക് ഇത്രേ ഉള്ളൂ. ചോദ്യ പേപ്പറിൽ ഒരു സൈഡിൽ 5 മാർക്ക് കിടപ്പുണ്ട്, ആൻസർ ഷീറ്റിനകത്ത് 2.25 ഉള്ളൂ. അതെന്താ കാര്യം? എന്തോ കുഴപ്പമുണ്ട്. ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് ഉണ്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഗീതാഞ്ജലി എന്നാണ് ഞാൻ എഴുതിയത്, പക്ഷെ സാറിന് അത് പിടികിട്ടാൻ ഒരു 5 മിനിറ്റ് എടുത്തു. ഇതെന്തുവാന്നുള്ളത് മനസ്സിലായോ? ഇങ്ങനെ അല്ലറ ചില്ലറ കുഴപ്പങ്ങൾ ഒഴിച്ചാൽ, ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്നൊക്കെ വാർത്തക്കാർ പറയത്തില്ലേ, ആ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴിച്ചാൽ കാര്യമെല്ലാം കറക്റ്റ് ആയിരുന്നു. 2.25 മാർക്ക് കിട്ടും. പിന്നെ ഒട്ടുമുക്കാലും എഴുതിയതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് അരയും കാലും മുറിയും മുക്കാലും ഒക്കെയാണ് കിട്ടിയത്. ഒടുവിൽ ഈ അരയും കാലും മുറിയും മുക്കാലും എല്ലാം കൂടെ ചേർത്തപ്പോൾ 18 മാർക്ക് കിട്ടി. ഞാൻ ജയിച്ചു. എല്ലാ വിഷയങ്ങൾക്കും ഇങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ കണക്കു പരീക്ഷയുടെ പേപ്പറിനകത്ത് മാർജിനിൽ എല്ലാ ആൻസറിന്റെയും ഇടത്തുവശത്തായിട്ട് മഹാത്മാഗാന്ധിയുടെ തല പോലെ ഇങ്ങനെ വരച്ചു വട്ടമിട്ട് വെച്ചിരിക്കുകയാണ്. ഒരെണ്ണവും ശരിയല്ല. അതെന്താ ഒന്നും ശരിയല്ലാത്തത്? ആ ഒക്കുന്നിടത്ത് ഒപ്പിക്കുന്ന പരിപാടി കണക്കിനകത്ത് മാത്രം പറ്റൂ. ഗീതാഞ്ജലി ഞാൻ എഴുതി, പക്ഷെ ടീച്ചർ പറയുകയാണ് എല്ലാം എഴുതിയിട്ടില്ല, എന്തൊക്കെയോ കുഴപ്പമുണ്ട്, പകുതി മാർക്ക്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കണക്ക് പരീക്ഷയ്ക്കും 2 മണിക്കൂർ ഞാൻ അതിനകത്ത് കിടന്നുകൊണ്ട് വേവലാതിപ്പെടുകയും എന്തൊക്കെയോ എഴുതി വെക്കുകയും ചെയ്തതാണ്. 4 3 7. പക്ഷെ ഞാൻ എത്ര കൂട്ടിയിട്ട് 6.25 വരെ എത്തുന്നുള്ളൂ. 6.25 എന്ന് എഴുതി. ശരിയല്ലേ പോയുള്ളൂ? പകുതി മാർക്ക് തരല്ലോ. ഹലോ, ഏകദേശം അടുത്ത് വരെ എത്തിയില്ലേ? പശുവിന് എത്ര കാലുണ്ടെന്നാണ് ചോദ്യം. ഒരാൾ എഴുതി 100 കാല്, ഒരാൾ 25, ഒരാൾ 10. അങ്ങനെ വന്നപ്പം ഒരുത്തൻ പറഞ്ഞു, സാറേ ഞാൻ പറയാം, ഞങ്ങളുടെ വീട്ടിൽ പശുവുണ്ട്, ഞാൻ തന്നെയാണ് പശുവിനെ കറക്കുന്നത്. അവൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, പശുവിന് 5 കാല്. സ്വോത്രം. അടുത്ത ആളിനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു പശുവിന് 4 കാല്. അവന് മാർക്ക് കിട്ടി. അപ്പം ഈ 5 കാല് പറഞ്ഞോ പറയുക, ഞാൻ ഏകദേശം അടുത്ത് വരെ വന്നില്ലേ സാറേ, അതുകൊണ്ട് പകുതി മാർക്ക് തരണം. അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? ബാക്കി എല്ലാ വിഷയത്തിനും ഇത് പറ്റും. ഏകദേശം അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കി എല്ലാത്തിനും. അതുകൊണ്ടാണ് ഈ അരയും മുറിയും മുക്കാലും ഒക്കെ വരുന്നത്. പക്ഷെ കണക്ക് പരീക്ഷയ്ക്ക് ഒറ്റ ആൻസറേ ഉള്ളൂ, യെസ് ഓർ നോ. ഒന്നുകിൽ ശരി അല്ലെങ്കിൽ തെറ്റ്. ശരിയുടെയും തെറ്റിന്റെയും ഇടയിൽ ഒരു ആൻസർ ഇല്ലാത്ത സംഭവം കണക്ക് പരീക്ഷയാണ്. ബാക്കി എല്ലായിടത്തും ഈ സാധനമുണ്ട്, എങ്ങനെയും രക്ഷപ്പെടാം. പക്ഷെ കണക്കിന് മാത്രം തോക്കും. സ്വോത്രം. വല്ലതും പിടികിട്ടുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ കൃത്യതയുള്ളൊരു കാര്യം കണക്ക് മാത്രം. ഇതേ അർത്ഥത്തിലാണ് റോമാലേഖനം 6:11 എഴുതി വെച്ചിരിക്കുന്നത്. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം, ഔവണ്ണം തന്നെ നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ. ചിലർ എണ്ണാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നിൽ മരിച്ചു, ഇല്ലെങ്കിൽ മരിച്ചില്ല. മരിച്ചോണ്ടിരിക്കുക, മരിക്കുമായിരിക്കും അല്ലേ? വെയിറ്റ് ചെയ്യാം. ഓക്സിജനൊക്കെ ഒത്തിരി ക്ഷാമമുള്ള സമയമല്ലേ, ചിലപ്പോ ജീവിക്കുമായിരിക്കും. ഇതൊന്നും ഈ പറയുന്ന പ്രസ്താവനയുമായിട്ട് യോജിക്കുന്നതല്ല. ഇവിടെ എഴുതിയിരിക്കുന്ന ഒറ്റ പ്രസ്താവനയുള്ളൂ, നാം അവനോടുകൂടെ ക്രൂശിക്കും.
എന്റെ പഴയ മനുഷ്യൻ അവനിൽ മരിച്ചു. നിങ്ങളത് വിശ്വസിച്ചാലും നിങ്ങൾ മരിച്ചു, വിശ്വസിച്ചില്ലെങ്കിലും മരിച്ചു. കാരണം ഇത് നടന്ന പ്രക്രിയയാണ്. കാൽവരിയുടെ ക്രൂശിൽ ദൈവപുത്രൻ തകർക്കപ്പെടുമ്പോൾ ആത്മമണ്ഡലത്തിൽ പൂർത്തിയാക്കപ്പെട്ട ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് അവസാന സമയത്ത് അവൻ പറഞ്ഞു, സകലതും നിവൃത്തിയായി. ആദാമെന്ന ഏക മനുഷ്യൻ ഈ ഭൂമിയിൽ കൊണ്ട് വിതറിയിട്ടിട്ട് പോയ സകല പാഴ്വസ്തുക്കളും പെറുക്കിക്കളഞ്ഞെന്ന് മാത്രമല്ല, ദൈവനീതിയുടെ കോടതി ആവശ്യപ്പെട്ട മുഴുവൻ പെനാലിറ്റിയും ഞാൻ അതിനു വേണ്ടി കെട്ടിവെച്ചു. അതുകൊണ്ട് യുദ്ധം ജയിച്ചിരിക്കുന്നു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. സകലതും നിവൃത്തിയായി. ഈ സകലതും നിവൃത്തിയായി എന്നുള്ളതിന് അരാമിക് ഭാഷയിൽ കൊടുത്തിരിക്കുന്ന പദമാണ് ടെറ്റലസ്റ്റായി. ടെറ്റലസ്റ്റായി എന്നുള്ള വാക്കിന്റെ അർത്ഥം നിവൃത്തിയായി, ഫിനിഷ് ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ എല്ലാ സ്ഥലത്തും അത് പറയത്തില്ല. രാവിലെ സ്കൂളിൽ പോകാനായിട്ട് ഇറങ്ങുന്ന കൊച്ചൻ ഇഡ്ഡലിയും ചമ്മന്തിയും കഴിച്ച് തീരുന്ന സമയത്ത് എടാ കഴിച്ചോ, ടെറ്റലസ്റ്റായി എന്നവൻ പറയൂല. ഫിനിഷായെന്നാണ്, പക്ഷെ ആ പദമല്ല അതിന് ഉപയോഗിക്കുന്നത്. രണ്ട് സ്ഥലത്ത് മാത്രമേ ടെറ്റലസ്റ്റായി എന്നുള്ള വാക്ക് പറയൂ. ഒന്ന് ചന്തയിൽ പറയും, രണ്ട് യുദ്ധസ്ഥലത്ത് പറയും. ചന്തയിൽ എന്തിനാ പറയുന്നേ? ഇന്നത്തെ പോലെ കൗണ്ടർ സെയിലിങ്ങും കമ്പ്യൂട്ടർ ബില്ലും ഒന്നുമില്ലാത്ത കാലഘട്ടമാണ്. അന്നൊരു സാധനം ഇങ്ങോട്ട് വാങ്ങിയിട്ട് പകരം പണം അങ്ങോട്ട് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ എന്റെ കയ്യിലെ വസ്തു അങ്ങോട്ട് കൊടുക്കുന്ന സമയത്ത് ഇത് വാങ്ങിച്ച് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ കൗണ്ടറിൽ ഇരിക്കുന്ന വ്യക്തി ഉറക്കെ വിളിച്ചു പറയുന്ന പദമാണ് ടെറ്റലസ്റ്റായി. അതിന്റെ അർത്ഥം വില മുഴുവനും നൽകിക്കഴിഞ്ഞു. കാൽവറിയുടെ ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു ടെറ്റലസ്റ്റായി എന്ന് വിളിച്ചു പറയുമ്പോൾ സ്വർഗത്തോക്ക് നോക്കി അവൻ പറയുകയാണ്, സകല വിലയും കെട്ടിവെച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ വില കൊടുക്കണ്ട, നീ കൊടുക്കേണ്ട മുഴുവൻ വിലയും അവൻ കൊടുത്തു കഴിഞ്ഞു. ആമേൻ. രണ്ട് യുദ്ധകളത്തിൽ നിന്ന് സംസാരിക്കും ഈ വാക്ക്. എപ്പോഴാ പറയുന്നത്? എതിർപ്പാളയത്തിൽ നിൽക്കുന്ന ശത്രുഭടന്മാരെ വെട്ടിവീഴ്ത്തി ആ സൈന്യത്തിന്റെ അധിപനെ കൂടി പിടിച്ച് ചങ്ങലക്കിട്ട് കഴിയുമ്പോൾ എതിർ സൈന്യത്തിന്റെ നായകൻ ആയുധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആഘോഷത്തോടെ ഉറക്കെ വിളിച്ചു പറയുന്ന വാക്കാണ് ടെറ്റലസ്റ്റായി എന്ന് പറഞ്ഞാൽ വിജയിച്ചു. കാൽവരിയുടെ ക്രൂശിൽ കിടന്നുകൊണ്ട് ദൈവപുത്രൻ ടെറ്റലസ്റ്റായി എന്ന് വിളിച്ചു പറയുമ്പോൾ അവൻ പറയുന്ന പദം ഇതാണ്, വിജയിച്ചു. മനുഷ്യജാതിയുടെ മേൽ കുടിയിരുന്ന സകല വിപത്തിനെയും വെട്ടിമാറ്റി വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അതിന്റെ മേൽ പരസ്യമായി ജയം കൊണ്ടാടിക്കൊണ്ട് വിളിച്ചു പറയുകയാണ് ടെറ്റലസ്റ്റായി. ഹല്ലേലൂയ. എത്ര മനോഹരമാണ് സുവിശേഷം! എത്ര ആഴവും പരപ്പുമുള്ള വെളിപ്പാടാണ് സുവിശേഷ പുസ്തകം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നത്. സ്തോത്രം. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞു വന്ന വിഷയം? കാൽവരിയുടെ ക്രൂശിൽ യേശു മരിച്ചപ്പോൾ അവനോട് കൂടെ മരിച്ചു എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? എണ്ണണം. ആമേൻ. എണ്ണുക എന്ന് പറയുന്ന വിഷയം എനിക്ക് സമയം തികയുന്നില്ല, നാളെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പറയാം. ഈ എണ്ണുക എന്ന് പറയുന്ന ആ വിഷയം ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ ഈ 1-ാം ക്ലാസ്സിൽ പഠിച്ചത് എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ? പറ അല്ല, വേറെ എന്തെങ്കിലുമൊക്കെ ഓർക്കുന്നുണ്ടോ? 5-ാം ക്ലാസ്സിലെ സിലബസ് വല്ലതും ഓർക്കുന്നുണ്ടോ? 10-ാം ക്ലാസ്സിലെ വല്ലതും ഓർക്കുന്നുണ്ടോ? കൃത്യമായിട്ട് ഉണ്ടോ പറ്റ? ഓ, നമ്മളെല്ലാം മറന്നു പോയിട്ടുണ്ടെന്ന്. പക്ഷെ ഞാൻ പറയാം, 1-ാം ക്ലാസ് മുതൽ പഠിച്ചത് ഇപ്പോഴും മറക്കാത്തൊരു സാധനം ഉണ്ടെങ്കിൽ കണക്ക് മാത്രമേ. ബാക്കിയുള്ളതെല്ലാം നമ്മൾ മറന്നിട്ടുണ്ട് എന്ന്. കാരണം അതൊക്കെ പരീക്ഷ എഴുതാൻ വേണ്ടി മാത്രം പഠിച്ചതാണ്. പക്ഷെ കണക്ക് പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചതല്ല, ജീവിക്കാൻ വേണ്ടി പഠിച്ചതാണ്. പിന്നെ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഈ ലസാഗുവും ഉസാഗായും ഒക്കെ ആയിരിക്കും മറന്നുപോയിട്ടുള്ളത്. കൃത്യമായിട്ട് നമുക്കറിയാം. കാരണം കണക്ക് നമ്മൾ എങ്ങനെയാ പഠിച്ചത്? നിരന്തരം എണ്ണി പഠിക്കുകയായിരുന്നു. 1-ാം ക്ലാസ്സിൽ പഠിച്ചതിൽ നിന്നും 2-ാം ക്ലാസ്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നു, 3-ൽ അതിൽ നിന്നും കയറുന്നു, 4-ൽ അതിൽ നിന്നും കയറുന്നു. ഇങ്ങനെ പ്രോഗ്രസീവ് ആയിട്ടുള്ളൊരു വളർച്ചയാണ് കണക്കിനകത്ത് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കണക്ക് അത്യാവശ്യമായിരുന്നു. കണക്കറിയാത്തവന്റെ ജീവിതവും കണക്കാണ്. ആമേൻ. അതുകൊണ്ട് കണക്ക് നമ്മൾ എഞ്ചുവടി പട്ടിക വെച്ച് എണ്ണി പഠിക്കുകയായിരുന്നു. എത്ര അടി കൊണ്ടിട്ടുണ്ട്, എത്ര കിഴുക്ക് കൊണ്ടിട്ടുണ്ട്, ഇല്ലേ? എത്ര നിലവിളിച്ചോണ്ടാണ്. അതുകൊണ്ട് എന്താ, ആമേൻ, 4-ഉം 3-ഉം എത്രാന്ന് രാത്രി 2 മണിക്ക് തട്ടി വിളിച്ച് എഴുന്നേപ്പിച്ച് അന്തോ എഞ്ചുവടി ഒന്ന് നോക്കട്ടെ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഉണ്ടോ? 2-ഉം 2-ഉം 4 ഏത് അബോധാവസ്ഥയിൽ വിളിച്ചാലും അറിയാം. കണക്ക് നമുക്കറിയാം. അതെന്താ കാര്യം എന്നറിയാമോ? അത് നിങ്ങളുടെ അസ്ഥിക്കകത്ത് കയറി. ഹലോ, നിങ്ങളുടെ അസ്ഥിയിൽ കയറി പിടിച്ചു. കണക്കെന്ന് പറയുന്നൊരു സബ്ജക്റ്റ്.
അത്യാവശ്യം ജീവിക്കുവാൻ വേണ്ടിയുള്ള കണക്ക് നിങ്ങൾ സ്കൂളിൽ പഠിച്ചത് നിങ്ങളുടെ തലയ്ക്കകത്തല്ലതിരിക്കുന്നത്, നിങ്ങളുടെ രക്തത്തിൽ അരിഞ്ഞു ചേർന്നിട്ടുണ്ട്, നിങ്ങളുടെ മാംസത്തിന്റെ ഭാഗമായിട്ടുണ്ട്, നിങ്ങളുടെ അസ്ഥിക്കകത്ത് ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഏത് പാതിരാത്രിയിലും നിങ്ങൾ പഠിച്ച കണക്ക് പുറത്തു വരും. ഇതുപോലെ ഈ സാധനം അകത്ത് കയറണം. ഏത്? ഞാൻ ക്രിസ്തുവിനോട് കൂടി ക്രൂശിക്കപ്പെട്ടു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത് എന്നുള്ളത് കണക്ക് ചൊല്ലി പഠിച്ചതുപോലെ പഠിക്കണം. അപ്പൊ തുടങ്ങല്ലേ? ഹലോ, തുടങ്ങല്ലേ എന്ന് മിണ്ടുന്നില്ല. ഇത് ഡെയിലി പറയണം. പ്രാർത്ഥിക്കുമ്പോൾ ഒരു 10-25 പ്രാവശ്യം കൂടെ 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 പറയണം. ഞാനല്ല, ക്രിസ്തു അത്രേ. ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തു അത്രേ. ഞാനല്ല കുടുംബം പുലർത്തുന്നത്, ക്രിസ്തു അത്രേ. ഞാനല്ല ശുശ്രൂഷിക്കുന്നത്, ക്രിസ്തു അത്രേ. ഞാനല്ല മക്കളെ വളർത്തുന്നത്, ക്രിസ്തു അത്രേ. ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവാണ്, ക്രിസ്തുവാണ്, ക്രിസ്തുവാണ്. നോക്കി നിങ്ങളെ തന്നെ നോക്കി കൂടെ കൂടെ പറയണം, ഇത് ക്രിസ്തു അത്രേ, ഇത് ക്രിസ്തു അത്രേ. പുതിയ നിയമം പറയുന്ന ഏറ്റവും സുപ്രധാനമായ വെളിപ്പാടിനകത്ത് കൂടിയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങളുടെ അകത്ത് കയറണം. ആ സമയത്ത് കോൺഫിഡൻസ് ലെവൽ വളരുവാൻ തുടങ്ങും. ഞാൻ ക്രിസ്തുവാണ് എന്നുള്ള വെളിപ്പാട് എന്റെ അകത്തേക്ക് ഞാൻ ഏറ്റെടുക്കുമ്പോൾ ജീവിതത്തിൽ മിറക്കിൾ സംഭവിക്കുവാൻ തുടങ്ങും. ഇന്നലെ വരെ നീ ഭയപ്പെട്ടു നിന്നതിനെ നോക്കി ഇന്ന് നിനക്ക് വെല്ലുവിളിക്കുവാനുള്ള ഒരു കരുത്തുണ്ടാകും. കാരണം ഇപ്പോൾ നീ അല്ല ജീവിക്കുന്നത്, നീ മരിച്ചുപോയി. നിന്റെ പഴയ മനുഷ്യൻ ക്രൂശിൽ തകർക്കപ്പെട്ടു. ഇപ്പോൾ ഒരു പുതിയ മനുഷ്യനാ വന്നിരിക്കുന്നത്. വെള്ളത്തിന്റെ മുകളിൽ നടക്കണമെങ്കിൽ അതിനും മടിയില്ലാത്ത ഒരു കരുത്തുള്ള മനുഷ്യൻ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്ന, മരിച്ചവനെ പുറത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുന്ന, ജീർണിച്ച് നാറ്റം വെച്ചു പോയതിനെ പഴയ അവസ്ഥയിലേക്ക് പുനഃസ്ഥാപിക്കുവാൻ കരുത്തുള്ള ഒരു മനുഷ്യൻ അകത്ത് കിടപ്പുണ്ട്. ഇത് പുറത്തു വരണമെങ്കിൽ ഇത് പറഞ്ഞ് കേൾക്കണം. സ്തോത്രം. ഇത് ഈ അസ്ഥിയിൽ കയറി പിടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ എന്താ അതിന് പറയുക? ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ നമ്മളൊരു രാത്രി ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ താമസിച്ചു എന്ന് വെക്കുക. ആരെങ്കിലും 5 സ്റ്റാർ ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ടോ? 5 സ്റ്റാറിൽ ഇല്ല. ഞാൻ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ താമസിച്ചിട്ടുണ്ട് 1-2 പ്രാവശ്യം. അത് വല്ലവരുടെയും ചെലവിലായിരുന്നേ ഉള്ളൂ. യോഗത്തിനൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. അങ്ങനെ ഈ 5 സ്റ്റാർ ഹോട്ടലിലും താമസിച്ചിട്ടുണ്ട്. താഴെ കിടന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ 5 സ്റ്റാർ കാണുന്ന വീട്ടിലും താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 5 സ്റ്റാർ ഹോട്ടലിലെ ഫെസിലിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ്. രാജകീയ ഭക്ഷണവും പുതുപുതുത്ത മൃദുശയ്യയും, വീട്ടിൽ പോരാൻ തോന്നൂല. അത്ര ഭയങ്കര ഫെസിലിറ്റിയാണ്. ഒരു ദിവസത്തേക്ക് 250 രൂപയൊന്നും അല്ല വാടക. അങ്ങ് വലിയ സംഭവമാണ്. ഈ 5 സ്റ്റാർ ഹോട്ടലിൽ ഒരു രാത്രിയിൽ കിടന്നങ്ങനെ ഉറങ്ങുകയാണ്. സുഖകരമായ ഉറക്കം. അതിരാവിലെ നിങ്ങൾക്ക് എഴുന്നേറ്റു പോകേണ്ടതുണ്ട്. നിങ്ങൾ രാവിലെ എഴുന്നേറ്റു, നിങ്ങൾ ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത്. ഇന്നലെ രാത്രിയിലത്തെ ആ ഓർമ്മകളൊക്കെ നിങ്ങളെ ഇങ്ങനെ അലോസരപ്പെടുത്തുകയാണ്. തിരികെ മടങ്ങിപ്പോകണം, പക്ഷെ പറ്റില്ല. ട്രെയിൻ വന്നു, ട്രെയിനിൽ കയറി ദീർഘദൂരം, ഒരു 16 മണിക്കൂർ നീണ്ട യാത്രയാണ്. കൃത്യമായ ആഹാരവും വെള്ളവും ഒന്നും ലഭിച്ചിട്ടില്ല. നല്ല ചൂടുണ്ട്, ക്ഷീണിച്ചു. രാത്രി 2 മണിയായപ്പോൾ ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇറങ്ങി. ഓട്ടോറിക്ഷ ഒന്നുമില്ല, വീട്ടിൽ പോകാൻ ഒരു മാർഗവുമില്ല. നന്നായിട്ട് ക്ഷീണമുണ്ട്, ഉറങ്ങിയേ പറ്റൂ എന്നുള്ള സാഹചര്യത്തിൽ എത്തി നിൽക്കുകയാണ്. അവിടെ ഉറങ്ങാൻ ഇന്നലത്തെ 5 സ്റ്റാർ ഇല്ല. ഇപ്പോൾ എന്താ ഉള്ളത് അറിയാമോ? സിമന്റ് ബെഞ്ചാണുള്ളത്. ഈ ബാഗ് എടുത്ത് തലയിലോട്ട് വെച്ചു, ഈ സിമന്റ് ബെഞ്ചിലോട്ട് കിടന്നതേ അറിഞ്ഞുള്ളൂ, ഉറങ്ങി. നേരം വെളുത്തപ്പോഴും സിമന്റ് ബെഞ്ചിലുണ്ട് കേട്ടോ. ഇന്നലെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നുറങ്ങിയ ആളാ. അതുപോലെ ഉറങ്ങിയില്ല. ഉറങ്ങിയിരുന്നെങ്കിൽ താഴെ വീണേനെ. നേരം വെളുത്ത് ബഹളം കേട്ടു ഉണർന്നപ്പോഴും സിമന്റ് ബെഞ്ചിൽ തന്നെ കിടപ്പുണ്ട്. അതെന്താ മറിഞ്ഞു വീഴാഞ്ഞ്? ഒരു കൊച്ചു ബെഞ്ചിൽ ഭയങ്കര ക്ഷീണത്തിൽ പോത്തുപോലെ കിടന്നുറങ്ങിയിട്ട് എന്താ നിങ്ങൾ താഴെ പോവാഞ്ഞ്? അതിന്റെ കാര്യം, നിങ്ങൾ ഈ ബെഞ്ചിൽ വന്ന് കിടക്കുന്ന സമയത്ത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ, നിങ്ങളുടെ അകത്ത മനുഷ്യന് ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. ഇത് 5 സ്റ്റാർ ഹോട്ടലിലെ പഴയ മെത്തയല്ല, ഇത് സിമന്റ് ബെഞ്ചാണ്. മര്യാദയ്ക്ക് കിടന്നില്ലെങ്കിൽ താഴെ വീണ് നടു ഒടിഞ്ഞു പോകുമെന്ന് നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഉപബോധ മനസ്സിന് ബോധ മനസ്സ് ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. ആമേൻ. അതുകൊണ്ടാ വീഴാഞ്ഞ്. ഇതുപോലൊരു മെസ്സേജ് നിങ്ങളുടെ അകത്ത മനുഷ്യനിലേക്ക് കയറണം. ഞാനല്ല ഇപ്പോൾ ജീവിക്കുന്നത്, ക്രിസ്തു. അത് പെട്ടെന്ന് കയറൂല. അതുകൊണ്ടാണ് ഇത് എണ്ണേണ്ടതിന്റെ ആവശ്യം ഞാൻ പറഞ്ഞത്. ഇത് എണ്ണി ഉറപ്പിച്ചു. എന്റെ അകത്ത മനുഷ്യൻ ഈ മെസ്സേജിന് എപ്പോഴാണോ ആമേൻ പറയുന്നത്, പിന്നെ നിനക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. പിന്നെ നിന്റെ നിഘണ്ടുവിൽ പരാജയം എന്നെഴുതുന്ന വാക്ക് കാണത്തില്ല. അവിടെ മുതൽ വെച്ചടി വെച്ച് മുകളിലേക്ക്
ഉള്ളിലേക്ക് കയറി തുടങ്ങും. കാരണം ഇപ്പോൾ എൻ്റെ അകത്ത മനുഷ്യനെ ഉറപ്പിക്കപ്പെട്ടു. ഇപ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ തലച്ചോറിനകത്ത് ഒരു അറിവായിട്ടാണ് കിടക്കുന്നത്. ബൈബിളിലെ 4 വാക്യങ്ങൾ വായിച്ചു. ഇതൊരു അറിവായിട്ട് അകത്ത് കിടക്കുകയാണ്. ഈ അറിവ് എപ്പോഴാണോ ഒരു സുപ്രധാനമായ വെളിപ്പാടിനുമായി മാറുന്നത്, ആ സമയം മുതലാണ് രാജകീയ പൗരോഹിത്യ അധികാരത്തോടു കൂടി ഒരു പുതിയ സൃഷ്ടി പുറത്തേക്ക് വരുന്നത്. അതിനുള്ള ഈറ്റുനോവാണ് നിരന്തരമായി ഇത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നിന്റെ അകത്ത മനുഷ്യനെ സമ്മതിപ്പിക്കുകയാണ്. പക്ഷേ ഇതകത്ത് കയറുന്നിടം വരെ സംഭവിക്കുന്ന കാര്യം എന്നറിയാമോ? ഈ അനുഭവങ്ങളിൽ കൂടി ജീവിച്ച് നമ്മുടെ അകത്ത മനുഷ്യൻ പരാജയപ്പെട്ടവനായി കിടക്കുക. ആമേൻ. തെറ്റായ താതാത്മ്യപ്പെടലുകൾ നടന്നിട്ടുണ്ട്. സ്തോത്രം. തെറ്റായ താതാത്മ്യപ്പെടൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ പറഞ്ഞു മനസ്സിലാക്കുക? യഥാർത്ഥത്തിൽ ഞാൻ ദൈവത്തിന്റെ അധികാരവും അവകാശവും ഉള്ള ദൈവിക മനുഷ്യനാണ്. പക്ഷെ അതിനെക്കുറിച്ച് കൃത്യമായി ബോധമില്ലാത്തത് കൊണ്ട് ഞാൻ മറ്റെന്തൊക്കെയോ പോലെ ഈ ഭൂമിയിൽ അങ്ങ് ജീവിക്കുക, വേറെ എന്തിനോടൊക്കെയോ താതാത്മ്യപ്പെട്ടു. അതിന്റെ കാരണം എൻ്റെ അകത്ത് കിടക്കുന്നതൊക്കെ തെറ്റായ സാധനങ്ങൾ. ഹലോ, ഈ മോശമായിട്ടുള്ള ഭക്ഷണം കഴിച്ചാൽ എന്താ പറ്റുക? എന്തു പറ്റും? വയറിളവും, അല്ലേ? താങ്ങാൻ പറ്റൂല. ഈ മോശം ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ ഈ ശരീരത്തിനകത്തു നിന്നും മുഴുവൻ പുറത്തു പോകുന്ന സമയം വരെയോളം നിങ്ങളുടെ ശരീരം അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കും. ആമേൻ. നമുക്കിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ആത്മീക വയറിളക്കം. എല്ലാം പിടികിട്ടുന്നുണ്ടോ? ആവശ്യമില്ലാത്ത കണ്ടമാനം സാധനങ്ങൾ അകത്ത് കയറ്റി വെച്ച് ദുർബലനായി പടക്കളത്തിൽ അങ്ങനെ വെട്ടും കൂത്തും കൊണ്ട് പരുക്ക് പറ്റി, ഇല്ലേ? കാഷ്വാലിറ്റിയിലോട്ടാ കയറി ചെന്നത്. നടന്ന് അങ്ങോട്ട് പോയത് ഇപ്പോൾ ആംബുലൻസിൽ കൊണ്ടുവരുവാൻ പാകത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. എന്നിട്ട് പഠനം എന്നാ പറയുന്നത്. എന്താ സംഭവിച്ചത്? ഈ ലോകത്തിലെ വേണ്ടാത്തതെല്ലാം അകത്ത് വാരി കയറ്റിയിട്ടുണ്ട്. എല്ലാത്തിനും അങ്ങ് ആമേൻ പറയും. അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും പുസ്തകം വായിച്ചു നോക്കാറൊന്നുമില്ല. ആരെന്തു പറഞ്ഞാലും അതെല്ലാം വേദവാക്യമാ. ഇങ്ങനെ എല്ലാം എടുത്ത് അകത്ത മനുഷ്യനിൽ കയറ്റി അകത്ത മനുഷ്യൻ ഇപ്പൊ താങ്ങാൻ പറ്റുന്നതിനേക്കാളും അധികമായി സ്തോത്രം ഇപ്പോൾ ഒരു അത്ഭുതകരമായ ജീവിതമാണ്. എന്താണെന്നറിയാവൂ? ഈ മോശം ഭക്ഷണം ആദ്യം കഴിച്ച് വയറിളകി, രണ്ടാമത് കഴിച്ച് വയറിളകി, പക്ഷെ ഇത് മാത്രമേ കഴിക്കുള്ളൂ എന്ന് നിർബന്ധിച്ചു കഴിഞ്ഞാൽ ആ ശരീരത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. മനസ്സിലായോ? കുറച്ച് കഴിയുമ്പോൾ ഈ വേണ്ടാത്ത സാധനവുമായിട്ട് നമ്മുടെ ശരീരം അങ്ങ് ഇഴുകിച്ചേരും. പിന്നെ നമുക്ക് എത്ര വൃത്തികെട്ടതാണെങ്കിലും ശരീരത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകില്ല. അതാണ് നമ്മുടെ പ്രത്യേകത. എന്ന് പറഞ്ഞതുപോലെ ഈ മോശമായതെല്ലാം നമ്മളിങ്ങനെ വിശ്വസിച്ച് ഇതിപ്പം ഒരു മനുഷ്യനായിരിക്കുക, ഒരു ചിമ്പാൻസി ടൈപ്പ്. സ്തോത്രം. സൗന്ദര്യത്തോടെ, അഭിഷേകത്തോടെ, രാജകീയ അധികാരത്തോടു കൂടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇരുട്ടിന്റെ ആധിപത്യങ്ങളെ വെല്ലുവിളിച്ചു മുന്നേറുവാൻ വേണ്ടി വിളിക്കപ്പെട്ട മനുഷ്യൻ എല്ലാം നഷ്ടപ്പെട്ടവനായി നിൽക്കുന്നു. പക്ഷെ കാൽവറിയുടെ ക്രൂശ് ഇപ്പോഴും നിസ്സഹായമായി നിൽക്കുകയാണ്. ക്രൂശ് വെളിപ്പെട്ടു, പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അതിന്റെ ഗുണം ഉണ്ടാകാൻ വേണ്ടിയാ ഈ തിരുവെഴുത്ത് രാത്രിയിൽ വെളിപ്പെട്ടു വരുന്നത്. പരിശുദ്ധാത്മാവ് പറയുന്നു, ഇപ്പോൾ ജീവിക്കുന്നത് ക്രിസ്തുവിലുള്ള ഒരു പുതിയ മനുഷ്യനാണ്. അത് ക്രിസ്തു തന്നെയാണ്. അതുകൊണ്ട് അത് വിശ്വസിക്കുകയും അതിന് ആമേൻ പറയുകയും ചെയ്യുക. അവന്റെ മുമ്പിൽ ബലഹീനതകളില്ല, അവന്റെ മുമ്പിൽ പരിമിതികളില്ല, അവന്റെ മുൻപിൽ വെല്ലുവിളികളുണ്ട്. പക്ഷേ അതിനെ തകർത്ത് മുന്നേറുവാൻ തക്കവണ്ണം ഒരധികാരവും ശക്തിയും അവന്റെ അകത്തുനിന്ന് പുറത്തേക്ക് വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സ്തോത്രം. തിശ്ബയിൽ നിന്നും തിശ്ബ്യനായ ഒരു മനുഷ്യൻ വന്നു. അയാളൊരു വാക്ക് വിളിച്ചു പറഞ്ഞു, ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇസ്രായേലിൽ മഞ്ഞും മഴയും പെയ്യില്ല. ഊരും പേരും അറിയാത്ത, ഒരഡ്രസ്സും ഇല്ലാത്ത ഒരുത്തൻ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു. കൊട്ടാരത്തിനകത്തേക്ക് കയറുകയാണ്. രാജാവിന്റെ മുമ്പിൽ പോയി നിൽക്കാൻ ഒരുമാതിരി പെട്ട കട്സുള്ളവന് പറ്റാത്ത കാലഘട്ടത്തിലാണ് എങ്ങാണ്ടൊന്ന് വന്ന ഒരുത്തൻ കയറി ചെന്നിട്ട് പറയുകയാണ്, ഇനി ഞാൻ പറയണം മഴ പെയ്യണമെങ്കിൽ. ഇത് പറഞ്ഞിട്ട് സ്വോത്ര കാഴ്ചയ്ക്ക് വേണ്ടി തലേം ചൊറിഞ്ഞ് അവിടെ നിന്നില്ല, അപ്പോഴേ വിട്ടുപോയി. 3.5 വർഷം ഒരൊറ്റ വാക്കിന്റെ മേൽ ഒരു സമൂഹം മുഴുവനും നിശ്ചലമായി നിൽക്കുക. എന്തൊരു കോൺഫിഡൻസാണ്! അല്പം പോലും അവിശ്വാസം അകത്ത് കിടക്കത്തില്ല. ഇനി ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. കർത്താവിന് ഞാൻ അവിടെ പോയി പറഞ്ഞു ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴേക്ക് ഇടിവെട്ടി മഴ പെയ്തു പോയാലോ? ഈ സംശയമൊന്നുമില്ല, ഉറപ്പായിരുന്നു.
പറഞ്ഞങ്ങ് നിർത്തുക. 3.5 വർഷം കൊണ്ട് ഇസ്രായേൽ മുഴുവൻ നക്ഷത്ര കണ്ണി എണ്ണി. പഠിച്ച പണി 18 രാജാവും പരിവാരങ്ങളും നോക്കിയിട്ടും അവർക്ക് ആഹാരത്തിനുള്ള വകയില്ലാതിരിക്കുമ്പോഴും ദൈവം തന്റെ ഭക്തന് വേണ്ടി കൃത്യസമയത്ത് ഭക്ഷണം ഒരുക്കിക്കൊണ്ടിരുന്നു. അധികാരം ഉപയോഗിക്കുന്നവൻ, അധികാരിയാണെന്ന് അറിയുന്നവൻ, അവൻ പറഞ്ഞാൽ വാതിലുകൾ അടയും, വാതിലുകൾ തുറക്കും. അവന് വേണ്ടിയുള്ള കരുതൽ ദൈവത്തിന്റെ ഭണ്ഡാരത്തിലുണ്ട്. അത് കൃത്യസമയത്ത് അത് വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. ഓ, അതൊരു വല്ലാത്ത പോക്കായിരുന്നു. 3.5 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അതേ പവറിൽ ഒരു ശബ്ദം വന്ന് ഏലിയാവിന്റെ കാതിൽ വീണു. നാളെ ഈ സമയത്ത് ഏലിയാവിന്റെ പിടലിക്ക് മുകളിൽ തല കാണില്ല. അത് ഞാൻ പറയുന്നു, ഒരു സ്ത്രീയുടെ വാക്കാണ്. ഞെട്ടിപ്പോയി കേട്ടോ. ആ ഒരു മെസ്സേജ് പുള്ളിയുടെ അകത്ത മനുഷ്യനിലോട്ട് അങ്ങ് കയറി. ആ ചെവിക്കകത്തുകൂടി ഇത് കയറി അസ്ഥിയിൽ പിടിച്ചു. ഭയന്നുപോയി. ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെന്ന് പറഞ്ഞ് ആകാശത്തിന്റെ അധികാരത്തെ പിടിച്ചു നിർത്തിയവൻ ഒരു സ്ത്രീയുടെ വാക്കിന്റെ മുമ്പിൽ ഭീരുവായി എഴുന്നേറ്റ് ഒറ്റ ഓട്ടമാണ്. മരുഭൂമിയിൽ പോയി ചൂരച്ചെടിയുടെ തണലിൽ അവൻ തളർന്നു കിടക്കുകയാണ്. അവിടെ കിടന്നുകൊണ്ട് പറയുക, മതി കർത്താവേ മതി, എന്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ ശ്രേഷ്ഠനല്ല, ഒത്തിരി കാര്യങ്ങൾ പറയുവാനുണ്ട് ഇതിനകത്ത്. അവിടെ തളർന്നു കിടക്കുക. കുറെ കഴിഞ്ഞപ്പോൾ ദൈവം ഇറങ്ങി വന്നു. ദൈവം ഇറങ്ങി വന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു, ഏലിയാവേ, നിനക്കിവിടെ എന്ത് കാര്യം? എഴുന്നേറ്റ് തിന്ന്, ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും കർത്താവ് ഒരു വാക്ക് പറഞ്ഞു, നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ നിന്നും വന്ന വഴി തിരിച്ചു പോകണമെന്നല്ല അതിൻ്റെ അർത്ഥം കേട്ടോ. ഇറങ്ങിപ്പുറപ്പെട്ട സ്ഥലത്തോട്ട് പോകാൻ കുറച്ച് ദൂരമുണ്ട് എന്ന് വ്യാഖ്യാനിക്കരുത്. ദൈവത്തിന്റെ അഭിഷക്തൻ എന്ന തലത്തിൽ നിന്നും ആത്മഹത്യാ മുനമ്പിലേക്ക് ഇറങ്ങിപ്പോയ മനുഷ്യ തിരിച്ചു പഴയ നിലവാരത്തിലേക്ക് എത്തണമെങ്കിൽ ദൂരയാത്ര ചെയ്തേ പറ്റൂ. കണ്ടമാനം മടങ്ങിപ്പോകണം. നിന്റെ ഹൃദയം കവർന്നെടുത്ത് കളഞ്ഞു. നിന്റെ മനസാക്ഷി മുഴുവനും മരവിച്ചു പോയി. നീ ഇപ്പോൾ ദൈവത്തിന്റെ കൂട്ടത്തിലല്ല, നീ ഇപ്പോൾ തകർന്ന് തരിപ്പണമായവരുടെ കൂട്ടത്തിലായി ഇപ്പോൾ കിടക്കുന്നത് കൊണ്ട് മടങ്ങിപ്പോയേ പറ്റൂ. അനേക കാതം തിരിച്ചു പോയേ പറ്റൂ. ഇന്ന് രാത്രിയിൽ ചില വ്യക്തികളോട് പരിശുദ്ധാത്മാവ് പറയുക, മടങ്ങിപ്പോയേ പറ്റൂ. ഒരു കാലഘട്ടത്തിൽ അധികാരവും ശക്തിയും വ്യാപരിച്ചിരുന്നു. പക്ഷെ ഇന്ന് അനങ്ങുവാൻ കഴിയാത്ത അന്തരീക്ഷത്തിൽ, നിരാശ ബാധിച്ച ജഡബാധിച്ച അന്തരീക്ഷത്തിൽ തകർന്നു കിടക്കുകയാ. ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, മടങ്ങിപ്പോകണം. നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട്. ദൈവത്തിന്റെ അധികാരി, ദൈവപുരുഷൻ, ദൈവമഹത്വം അനുഭവിക്കുന്ന മനുഷ്യൻ ആ തലത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ വേണ്ടി ഈ രാത്രി തിരികെ പോ. ഹല്ലേലൂയ. നിന്റെ യഥാർത്ഥ വ്യക്തിത്വം എന്താണെന്ന് ഈ രാത്രിയിൽ നീ തിരിച്ചറിയണം. ഒരു നിമിഷം എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞത് ഇന്ന് രാത്രിയിൽ നീ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ഞാനിപ്പോൾ ജീവിക്കുന്നില്ല. ഇത് നീ ഇന്ന് രാത്രിയിൽ വീട്ടിൽ പോയി പറയണം. നാളെ അതിരാവിലെ നീ എഴുന്നേൽക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ഈ വാക്കുകൾ നീ പറയണം. നിരന്തരം ഇത് നീ പറഞ്ഞുകൊണ്ടേയിരിക്കണം. നിന്റെ അകത്ത മനുഷ്യൻ എപ്പോഴാണോ അതിനെ ആഴത്തിൽ എഗ്രി ചെയ്യുന്നത്, ആ സമയം വരെയോളം ഞാനല്ല എന്നുള്ളത് എണ്ണി 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 നിന്റെ അകത്ത മനുഷ്യൻ ഇത് ഉറപ്പിക്കണം. ഹല്ലേലൂയ. ക്രിസ്തുവാണ് ജീവിക്കുന്നതെന്ന് ക്ലിയറായി ബോധ്യപ്പെടുന്ന സമയത്ത് നീ അറിയാതെ നിന്റെ വാക്കുകൾ ഇല്ലാത്തതിനെ വിളിച്ചു വരുത്തുവാൻ തുടങ്ങും. ഇന്നലകളിൽ ഇല്ലാത്തതിനെ ഒറ്റ നിമിഷം കൊണ്ട് പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണമുള്ള അധികാരം നിന്റെ നാവിന്റെ മേൽ വ്യാപരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ എഴുന്നേൽക്കുക. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കേണ്ടതുണ്ട്. ഒരു തലമുറയെ അഭിഷേകം ചെയ്യേണ്ടതുണ്ട്. ഒരു കൂട്ടത്തെ നാശത്തിൽ നിന്നും പിടിച്ചെടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഈ രാത്രിയിൽ സംഭവിക്കേണ്ടത് യഥാർത്ഥത്തിൽ നീ ആരാണ് എന്നുള്ള തിരിച്ചറിവ് നിന്റെ അകത്തേക്ക് അയക്കുക എന്നുള്ളതാണ്. എല്ലാ കണ്ണുകളും ഈ രാത്രി അടഞ്ഞിരിക്കും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് ഈ ദൂതിനെ ഏറ്റെടുക്കുകയാണ്. ഈ വചനത്തിന്റെ വെളിപ്പാട് ഈ രാത്രിയിൽ വ്യാപരിക്കുന്നു. ഈ വചനത്തിൽ നിന്നും ഒരു ശക്തി പുറപ്പെടുകയാണ്. ഈ രാത്രിയിൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് ജീവിക്കുന്നത്. ഞാൻ മരിച്ചുപോയി, എന്റെ ജീവൻ
ആധിപത്യമാണ് വെളിപ്പെടുന്നത്. ഞാൻ നടക്കുമ്പോൾ ക്രിസ്തു നടക്കുന്നത് പോലെ, ഞാൻ സംസാരിക്കുമ്പോൾ ക്രിസ്തു സംസാരിക്കുന്നത് പോലെ, ഞാൻ തൊടുമ്പോൾ ക്രിസ്തു സംസാരിക്കുന്നത് പോലെ, ആ ബലവും ആ അധികാരവും ഇന്ന് രാത്രിയിൽ ആഴത്തിൽ സ്വീകരിക്കുക. പരിശുദ്ധാത്മാവ് നിന്റെ മുമ്പിൽ വാതിൽ തുറന്നിടുക. ഒരു രണ്ടാം അംഗത്തിന് വേണ്ടി ഇന്ന് രാത്രിയിൽ ഒരു കുതിപ്പാവശ്യമുണ്ടെന്ന് ഇതിനകത്ത് നിൽക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് പറയുക. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് ചിലരെ തൊടുന്നുണ്ട്. നിന്റെ ഗതി മാറുന്നു, നിന്റെ സ്ഥിതി മാറുന്നു, നിന്റെ സാഹചര്യങ്ങളെ പൊട്ടിച്ചു പുറത്തു വരുവാൻ തക്കവണ്ണമുള്ള അസാധാരണമായ ജീവൻ ഇപ്പോൾ നിന്റെ മേൽ വ്യാപരിക്കുകയാണ്. ദൈവമഹത്വത്താൽ നിറയുക, ദൈവിക അധികാരത്താൽ നിറയുക, ദൈവിക അഭിഷേകത്താൽ നിറയുക. ജീവന്റെയും ശക്തിയുടെയും പ്രമാണം ഈ രാത്രിയിൽ നിന്റെ അകത്ത് ചലിക്കുന്നു. മനസാക്ഷികളുടെ മേൽ ആഴത്തിൽ കെട്ടിയിട്ട കെട്ടുകൾ പൊട്ടട്ടെ. സാമ്പത്തിക മണ്ഡലത്തിൽ വ്യാപരിക്കുന്ന ബന്ധനങ്ങൾ പൊട്ടട്ടെ. കടബാധ്യതയുടെ മുഖങ്ങൾ ഇന്ന് രാത്രി അഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ. ആഴമേറിയ തലങ്ങളിൽ അവൻ ഇരുളുമൂടിക്കിടക്കുന്ന അനുഭവങ്ങൾ ഇന്ന് രാത്രിയിൽ തകർന്നു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രിയിൽ ഞങ്ങൾ സൗഖ്യവും സ്വാതന്ത്ര്യവും അധികാരവും കൽപ്പിക്കുന്നു. അഴിയാം, 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 അഴിയാം. ജീവനിലേക്ക്, അനുഗ്രഹത്തിലേക്ക്, ശക്തിയിലേക്ക്, മഹത്വത്തിലേക്ക്, ഉയർപ്പിലേക്ക് ഈ രാത്രിയിൽ ജനം മാറട്ടെ. അവരുടെ കോൺഫിഡൻസ് ലെവൽ ഇന്ന് രാത്രിയിൽ വർദ്ധിക്കട്ടെ. ഇനി പരാജയമില്ല, ഇനി തകർച്ചയില്ല, ഇനി പിറകോട്ടൊരു നോട്ടമില്ല. ഇന്ന് രാത്രി മുതൽ മുൻപോട്ട്. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. ജീവന്റെ സാന്നിധ്യം, ദൈവശക്തിയുടെ അളവറ്റ പകർച്ച, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം അത് ഇന്ന് രാത്രി പ്രാപിക്കുക. ജീവിപ്പിക്കപ്പെടുന്നു, ജീവിപ്പിക്കപ്പെടുന്നു. തകർന്നു കിടക്കുന്നവർ എഴുന്നേൽക്കുന്നു, ശക്തീകരിക്കപ്പെടുന്നു. ചാവാറായ ശേഷിപ്പുകൾ ഇന്ന് രാത്രിയിൽ ശക്തീകരിക്കപ്പെടുന്നു. ഉണരുക, എഴുന്നേൽക്കുക, യഥാർത്ഥ വ്യക്തിത്വത്തിലേക്ക് നടന്നു പോവുക. കർത്താവ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ജയമെടുക്കുകയാണ്. രോഗമുള്ള ശരീരങ്ങൾ ഇപ്പോൾ ഇവിടെ സൗഖ്യമാകുന്നു. ബന്ധനങ്ങൾ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ അഴിച്ചു കളയുന്നു. ജനം ഇന്ന് രാത്രിയിൽ ആമേൻ ഒരു പുതിയ പുറപ്പാടിന് വേണ്ടി തയ്യാറെടുക്കുന്നു. കർത്താവ് എല്ലാ മുഖങ്ങളെയും തകർക്കുന്നതിനായി നന്ദി. ആധിപത്യവും അധികാരവും അവരുടെ തോളിൽ വരുന്നത് കൊണ്ട് നന്ദി. വിശുദ്ധമായ വിളി അവരുടെ മേൽ വന്നിരിക്കുന്നത് കൊണ്ട് നന്ദി. ജീവന്റെ ആത്മാവിനെ അവർ തൊടുന്നതിനായി നന്ദി. മഹത്വം അവരുടെ മൺപാത്രങ്ങളിൽ നിറഞ്ഞിരിക്കുന്നതിനായി നന്ദി. അത് ഇന്ന് രാത്രി മുതൽ പുറത്തേക്ക് ഒഴുകി തുടങ്ങുന്നത് കൊണ്ട് നന്ദി. കൃപയുടെ കരങ്ങളിൽ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ സുരക്ഷിതരാണ്. ജീവിപ്പിക്കുന്ന സാന്നിധ്യം ഞങ്ങളിൽ വ്യാപരിക്കുന്നു. മഹത്വം ഇന്ന് രാത്രിയിൽ ഒഴുകി തുടങ്ങുകയാണ്. ഇതിനകത്തുനിന്ന് ഒരുത്തനും ബലഹീനനായിട്ടല്ല പുറത്തിറങ്ങുന്നത്. കരുത്തുള്ളവരായി പോരാട്ട വീര്യത്തോടുകൂടി ഇന്ന് രാത്രിയിൽ പുറപ്പെട്ടു പോവുകയാണ്. അതിനുള്ള അഭിഷേകം ഇപ്പോൾ ഇതിനകത്ത് ഈ വചനത്തിൽ കൂടെ പകരുന്നതിനായി സ്തോത്രം. റീചാർജിങ് ഇന്ന് രാത്രിയിൽ നടക്കുന്നു. ചോർന്നുപോയതിനെ ഈ രാത്രി അവരുടെ എനർജി ലെവൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ജീവൻ പ്രാപിക്കട്ടെ, ജീവൻ പ്രാപിക്കട്ടെ, ജീവൻ പ്രാപിക്കട്ടെ. ചിലരെ ആത്മാവ് തൊടുന്നു, ചില വ്യക്തികളെ ആത്മാവ് തൊടുന്നു. ചില വ്യക്തികളുടെ ശരീരത്തിൽ അത് സെൻസ് ചെയ്യുവാൻ സാധിക്കുന്നു. ഒരു പുതിയ സ്പർശനം വരുന്നു, ഒരു പുതിയ സ്പർശനം വരുന്നു. ഇന്നു മുതൽ നീ ആള് മാറുകയാ, ഇന്നു മുതൽ നീ ആള് മാറുകയാ. നീ കേട്ട വചനം വെച്ചുകൊണ്ട് ഇന്ന് രാത്രി മുതൽ നീ മാറുകയാ. നിന്റെ സ്ഥിതി മാറുന്നു, നിന്റെ കുടുംബത്തിന്റെ സ്ഥിതി മാറുന്നു, നിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ ഇന്ന് രാത്രി മുതൽ മാറുകയാ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവേ, മഹത്വം ഞങ്ങൾ അങ്ങേക്ക് നൽകുന്നു. സകല അനുഗ്രഹങ്ങൾക്കുമുള്ള നന്ദി ഞങ്ങൾ അങ്ങേക്ക് അറിയിക്കുന്നു. ഈ ജനത്തെ ജയത്തോടെ അയക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ.
ആമേൻ ആമേൻ